Hello, online students, is it audible? Can someone respond audible or no? ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്യാമോ? വോയിസ് കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ ഓഡിബിൾ ആണോ? ആം ഐ ഓഡിബിൾ? ഓക്കെ. Okay. So good morning. We'll be starting the class. Okay. So നമ്മൾ ഇന്നലെ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഏതൊക്കെ എനർജി നമ്മൾ ഇന്നലെ പഠിച്ച? സോളാർ എനർജി, പിന്നെ wind and hydro. Okay. And before that we were discussing certain natural gases, petroleum and all. അല്ലേ? നമ്മൾ ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഷെയിൽ ഗ്യാസ്, പിന്നെ ഏതൊക്കെയാ? കോൾ ബെഡ് മീത്തേൻ ആൻഡ് മീത്തേൻ ഹൈഡ്രേറ്റ്സ്. ഓക്കെ. സോ മീത്തേൻ ഹൈഡ്രേറ്റ്സ് ഒക്കെ നമുക്ക് എവിടെയാണ് കിട്ടുക? പോളാർ റീജൻസ് ആൻഡ് ദെൻ അണ്ടർ ദ സീ ബെഡ്, ഇൻ ദ സീ ബെഡ് അല്ലേ? സോ ദാറ്റ് ഇസ് വിത്ത് റെസ്പെക്ട് ടു മീത്തേൻ ഹൈഡ്രേറ്റ്. ഓക്കെ. പിന്നെ നമ്മൾ പിന്നീട് സോളാർ എനർജി കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ വി ടോക്ക്ഡ് അബൌട്ട് ഫോട്ടോ വോൾട്ടായിക് സെൽ അല്ലേ? സോ പി വി സെൽ അല്ലെങ്കിൽ ഏത് സെല്ലും ഡി സി ആണോ എ സി ആണോ? ഇറ്റ് ഈസ് ബേസിക്കലി ഡി സി. ഓക്കെ. ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് ദെൻ സം ഓഫ് ദ സ്കീംസ് വിത്ത് റെസ്പെക്ട് ടു പ്രൊമോട്ടിംഗ് സോളാർ എനർജി അല്ലേ? ഏതൊക്കെയാ? നാഷണൽ സോളാർ മിഷൻ, പിന്നെ പി എം കുസും ഫോർ എന്തിനത്? solar pumps in the agricultural sector. Okay, so as to have more irrigation we focused on solar pumps. Okay, അപ്പോൾ അതിന് രണ്ട് കമ്പോണൻറ്റ്, ഒന്ന് ഇൻഡിവിജ്വൽ സോളാർ പമ്പ്സും പിന്നെന്താ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ചെറിയ സോളാർ എനർജി പ്ലാന്റ്സ് അല്ലേ? സോ ദർ ആർ ബേസിക്കലി ടു തിങ്സ് വിത്ത് റെസ്പെക്ട് ടു പി എം കുസും. പിന്നെയുള്ള സ്കീമുകൾ ഏതൊക്കെയാ? ഇൻ്റർനാഷണൽ സോളാർ അലയൻസ്. ഓക്കെ. സോ ഐ എസ് എ തുടങ്ങിയത് ഇന്ത്യയും പിന്നെ ഫ്രാൻസ്. ഓക്കെ, ഗുഡ്. ദെൻ വി ഓൾസോ ടോക്ക്ഡ് അബൌട്ട് അനദർ ഇനീഷ്യേറ്റീവ്. എന്താണത്? വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ്. ഓക്കെ, അതർവൈസ് ഇറ്റ് വാസ് ലേറ്റർ കോൾഡ് ആസ് ദി ഗ്രീൻ ഗ്രിഡ് ഇനീഷ്യേറ്റീവ്. ഓക്കെ. സോ ഇതൊക്കെയാണ് മേജർ. സോളാർ എനർജി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് പ്രിലിംസിലാണെങ്കിലും മെയിൻസിലാണെങ്കിലും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പല പേപ്പേഴ്സിലായിട്ട്. സോ മൈക്രോഫോൺ മ്യൂട്ട് ചെയ്യണേ. ഓ, ഹലോ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ബാക്കി കുറച്ച് എനർജി സോഴ്സസും കൂടി നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ. സോ നെക്സ്റ്റ് വൺ വിൽ ബി ഡിസ്കസിങ് ഇസ് ജിയോ തെർമൽ energy. Geothermal energy. Okay. ഇതിൽ രണ്ട് വേർഡ്സ് ഉണ്ടല്ലേ, ജിയോ ആൻഡ് തെർമൽ. എന്താണ് ജിയോ എന്ന് വെച്ചാൽ? ജിയോ ബേസിക്കലി മീൻസ്
Earth. നമ്മൾ ജിയോ ഓർബിറ്റിലൊക്കെ തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്. ജിയോ ഓർ ജോഗ്രഫി വാട്ട് എവർ ഇറ്റ് ഇസ്, ബേസിക്കലി ജിയോ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എർത്ത്. തെർമൽ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ഹീറ്റ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. സോ ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദി ഹീറ്റ് ഓർ ദി എനർജി ദാറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദി എർത്ത്, ഫ്രം ഇൻസൈഡ് ദ എർത്ത്, ഇൻറ്റീരിയർ ഓഫ് എർത്ത് നിന്ന് കിട്ടുന്ന എനർജിനെയാണ് നമ്മൾ ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് ഹാപ്പനിങ് ഇഫ് ദിസ് ഇസ് ദ എർത്ത് സർഫസ്. ഓക്കെ, നമ്മുടെ എർത്തിൽ പല പല ലെയേഴ്സ് ഉണ്ട് അല്ലേ. ഇനി ഈ താഴോട്ട് പോകുമ്പോൾ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ഇവിടെയൊക്കെ നമുക്ക് മാഗ്മ ഒക്കെ ഉണ്ടാവും ഇൻ ദി ലോവർ ലെയേഴ്സ്, isn't it? So as the temperature and the heat increases as we go down, okay, ചില സമയത്ത് there are going to be certain regions wherein the magma is able to come close to the surface. Okay, close to the surface it will come. അങ്ങനെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ sometimes it reaches very much close to the surface. Okay, അപ്പോൾ ഇങ്ങനെ എന്താ സംഭവിക്കുക സർഫസിന് അടുത്ത് വരുമ്പോൾ? അപ്പോൾ ഇവിടെ ഇങ്ങനെ മാഗ്മ അല്ലെങ്കിൽ ഹീറ്റ് ഇസ് കമ്മിങ്. ഓക്കെ, നൗ സപ്പോസ് ഇങ്ങനെ ഒരു ഡിപ്രഷനിൽ ദർ ഇസ് എ ലേക്ക്, ഇവിടെ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ താഴെ നിന്ന് ഹീറ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുക? വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ? നമ്മൾ സാധാരണ വെള്ളം ഗ്യാസ് വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇറ്റ് ഇസ് ഗോയിങ് ടു ഹീറ്റ് അല്ലേ. സോ ഇവിടുന്ന് വാട്ടർ വേപ്പർ അല്ലെങ്കിൽ സ്റ്റീം റൈസ് ചെയ്യും, ശരിയല്ലേ? ഇതിനെയാണ് വിളിക്കുന്നത് ഹോട്ട് സ്പ്രിങ്. ഓക്കെ, അതായത് ചൂട് വെള്ളമായിരിക്കും. ഹോട്ട് സ്പ്രിങ്ങിലൊക്കെ പോകുമ്പോൾ വി ആർ ഗോയിങ് ടു ഹാവ് ഹോട്ട് വാട്ടർ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ സ്റ്റീം ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് ദിസ് ക്യാൻ ബി യൂസ് ടു റൺ ദി ടർബൈൻ. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇവിടുന്ന് ഈ സ്റ്റീമാണ് നമുക്ക് ടർബൈൻ ലൈക്ക് റൗണ്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഹൗ വി ക്യാൻ പ്രൊഡ്യൂസ് എനർജി. ക്ലിയർ ആയോ? അതായത് ശരിക്കും ഇതിൻ്റെ എനർജി സോഴ്സ് എവിടെ നിന്നാണ് വരുന്നത്? ഇറ്റ് ഈസ് ഫ്രം ദി ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത്. അപ്പോൾ ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത് നിന്ന് ഹീറ്റ് വന്ന് ഹോട്ട് സ്പ്രിങ്ങിൽ ഇറ്റ് കൺവേർട്സ് ദി വാട്ടർ ഇൻ ടു സ്റ്റീം ഓർ വേപ്പർ. And that vapor is used to convert into electricity or energy. Okay, is this clear? അപ്പോൾ ജിയോ തെർമൽ എനർജി നമുക്ക് എല്ലായിടത്തും പോയി ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ആകെ ഇതുപോലെ ഹോട്ട് സ്പ്രിങ്സ് ഉള്ള സ്ഥലത്തെ we can use geothermal energy. Similarly we can use it where we find geyser. ഓക്കെ, അപ്പോൾ ഗീസേഴ്സ്, ഹോട്ട് സ്പ്രിങ്സ് ഇങ്ങനത്തെ സ്ഥലത്ത് മാത്രമേ നമുക്ക് ജിയോ തെർമൽ എനർജി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഗീസേഴ്സ് ബേസിക്കലി എന്താണ്? ഇതേപോലെ തന്നെ ഇഫ് ദർ ഇസ് വൺ മോർ ഓപ്പണിംഗ് ലൈക്ക് ദിസ് ആൻഡ് ദർ വി അഗെയിൻ ഫൈൻഡ് ഹീറ്റ്. സംടൈംസ് ഇവിടെ ബിക്കോസ് ഓഫ് ദിസ് ഹീറ്റ് ആൻഡ് പ്രഷർ ഷൂട്ടപ്പ് ചെയ്യും വാട്ടർ. ഓക്കെ, ബിക്കോസ് ഓഫ് ദറ്റ് ഹീറ്റ്. അതിനെയാണ് ഗീസർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഗീസേഴ്സും ഹോട്ട് സ്പ്രിങ്സ് ഉള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് ജിയോ തെർമൽ എനർജി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇസ് ദിസ് ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആസ് വി ടോൾഡ് ദിസ് ഇസ് നോട്ട് അവൈലബിൾ ഇൻ ഓൾ ദ റീജൻസ്. ഇതിൽ ചില ഏരിയാസ് ഉണ്ട്. അതിന് ചില എക്സാമ്പിൾസ് ആണ് പുഗ വാലി ഇൻ ലഡാക്ക്. Puga Valley in Ladakh. Okay. Then another area where we can find hot springs and geothermal energy is Manikaran in Himachal Pradesh. Okay, so Puga Valley and Manikaran
are certain regions in India where we are able to exploit the geothermal energy. Okay. Clear ayo? Okay. So this is with respect to geothermal energy. നിങ്ങൾ പിന്നീട് ജോഗ്രഫിയിൽ ഇന്റീരിയർ ഓഫ് ദി എർത്തും അതുപോലെ ലാൻഡ് ഫോംസ് ഒക്കെ പഠിക്കും. ഹോട്ട് സ്പ്രിങ്സ്, ഗീസേഴ്സ്. So it's the same thing we will be discussing there. Okay. Any next source of energy is ocean. Ocean as a source of energy. Ocean as a source of energy. അപ്പോൾ ഈ ഓഷനിൽ പല മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ പല ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നമുക്ക് ആക്ച്വലി എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണ് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. വൺ ഓഫ് ദ വേ ഇസ് ത്രൂ ദ വേവ്സ്. ഓക്കെ, ദ വേവ്സ് ഓഫ് ദി ഓഷൻ. അപ്പോൾ ഈ വേവ്സ് വരുമ്പോൾ ദാറ്റ് ക്യാൻ ബി യൂസ് ടു ടേൺ ദി ടർബൈൻ. അണ്ടർസ്റ്റുഡ്? സോ ത്രൂ ദാറ്റ് വി ക്യാൻ പ്രൊഡ്യൂസ് വേവ് എനർജി. വേവ് എനർജി. ഇതിൻ്റെ ഒരു വേവ് എനർജി പ്ലാന്റ് ആണ് വിഴിഞ്ഞം. India's first wave energy plant has been set up at Viഴിഞ്ഞം. Okay, then next one is tidal energy. Tidal energy. Okay, എന്താണ് ടൈഡ്? സംടൈംസ് ദ ഓഷൻ വാട്ടർ ആക്ച്വലി ഗോസ് ഫോർ എ ഹൈ ടൈഡ്. അല്ലേ? ഇത് ലാൻഡും ഇത് വാട്ടറാണെന്ന് വിചാരിക്കുക. സംടൈംസ് ഇറ്റ് ഗോസ് ഫോർ എ ഹൈ ടൈഡ് ആൻഡ് സംടൈംസ് ദ വാട്ടർ റെസീഡ്സ് ടുവേർഡ്സ് എ ലോ ടൈഡ്. അപ്പോൾ ഈ വാട്ടറിൻ്റെ ലെവലിലൊരു വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, നൗ വെൻ ദിസ് water level is having a difference, again when there is a movement of water, that can be exploited to produce the energy. അതാണ് ബേസിക്കലി ടൈഡൽ എനർജി. ഓക്കെ, ഈ ടൈഡുകൾ എല്ലായിടത്തും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നമുക്കത് എനർജി ആയിട്ട് കമേഴ്ഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്യണമെങ്കിൽ വി ഷുഡ് ഹാവ് കൺസിഡറബിൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹൈ ടൈഡ് ആൻഡ് ദ ലോ ടൈഡ്. എല്ലാ സ്ഥലത്തും ടൈഡുകൾ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം അത് കാരണം തന്നെ ഇന്ത്യയിലെ ചില സ്ഥലത്ത് മാത്രമേ ടൈഡൽ എനർജി പ്ലാന്റ് ആയിട്ട് ടൈഡൽ എനർജി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിലത്തെ ഒരു എക്സാമ്പിളാണ് ദി ഗൾഫ് ഓഫ് ഖമ്പത്ത്. ഗൾഫ് ഓഫ് ഖമ്പത്ത്. ഓക്കെ, clear ayo? Then the third one is called as ocean thermal energy conversion. Ocean thermal energy conversion അഥവാ OTEC. Ocean thermal energy conversion. ഓക്കെ, നമ്മൾ ഇന്നലെ ഇത് ഓഷൻ്റെ ഒരു വെർട്ടിക്കൽ ഡയഗ്രമാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡെപ്ത് ഓഫ് ദി ഓഷൻ. നമ്മൾ ഇന്നലെ പറഞ്ഞു ബിക്കോസ് ഓഫ് ദ സൺസ് റേസ് ദി ഇനീഷ്യൽ ലെയേഴ്സ് ഓഫ് ദി ഓഷൻ വുഡ് ബി വാം ഓർ കോൾഡ്. ഇറ്റ് ഇസ് ഗോയിങ് ടു ബി വാം. ഓക്കെ, ബട്ട് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ആസ് വി ഗോ ഡൗൺ?
എന്താ ചെയ്യുക? ഓഷൻ ടെമ്പറേച്ചർ കൂടുകയോ കുറയോ? ഇറ്റ് ഇസ് ഗോയിങ് ടു ഡിക്രീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 25 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ കുറഞ്ഞ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സംവെയർ അറൌണ്ട് 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 2 ഡിഗ്രി സെൽഷ്യസ് ഇൻ ദ ലോവർ റീച്ചസ്. Okay, that means that here we find relatively very cold waters, while here there is the warm water. Okay, എപ്പോഴും ടെമ്പറേച്ചർ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കാരണം ഇടയ്ക്കിടയ്ക്ക് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഉണ്ടാവും. ഈ വാം ലെയേഴ്സിനും കോൾഡ് ലെയേഴ്സിനും ഇടയ്ക്ക് വെള്ളം നീങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ആൻഡ് ദാറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് വെൻ ദി വാട്ടർ മൂവ്സ് can be used for converting energy. അതാണ് ഓഷൻ തെർമൽ എനർജി കൺവേർഷൻ. ഓക്കെ, അതായത് ഓഷൻ്റെ ഉള്ളിലുള്ള തെർമൽ എനർജി ഡിഫറൻസ്. ഓക്കെ, ഇവിടെ എന്താണ്? ടെമ്പറേച്ചറിൽ നമ്മൾ ഡിഫറൻസ് ഇല്ലേ? സോ ദാറ്റ് തെർമൽ ഡിഫറൻസ് ഓർ ദ ടെമ്പറേച്ചർ ഡിഫറൻസ് is now being converted to form energy. This is clear? Okay, അതിനെയാണ് OTC എന്ന് വിളിക്കുന്നത്. Okay, clear? Then we have the last one, that is ocean current energy. Ocean current energy. Okay, സോ നിങ്ങൾ ജോഗ്രഫിയിൽ ഒരു സാധനം പഠിക്കും, ഓഷൻ കറണ്ട്. ഓക്കെ, ഓഷൻ കറണ്ട് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ബേസിക്കലി ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഫ്രം വൺ പ്ലേസ് ടു അനദർ സോ ആസ് ടു ഹാവ് എ സർട്ടൻ ബാലൻസ്. ഓക്കെ, അപ്പോൾ ഒരു പോയിൻ്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് പോകുന്നതിനെയാണ് ബേസിക് നമ്മൾ ഓഷൻ കറണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോകത്ത് ഇതുപോലെ പല സ്ഥലത്തും പല ഓഷൻ കറൻസും ഉണ്ട്. ഈ ഓഷൻ കറണ്ടിൽ വാട്ടർ മൂവ്മെൻറ്റ് കാരണം വി ക്യാൻ അഗെയിൻ യൂസ് ദാറ്റ് ടു produce energy. Okay, that is what we understand by current energy. Okay, so ഓഷൻ എന്ന് പറയുന്നത് നമുക്ക് 4 രീതിയിൽ എനർജി ആയിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ വേവ്, ഓക്കെ, ദെൻ ദ ടൈഡ്സ്, ദെൻ ദി ടെമ്പറേച്ചർ ഡിഫറൻസ്, ദെൻ ദി കറണ്ട്, ഓഷൻ കറണ്ട്. Okay, is this clear? Okay, ഏതൊക്കെയാണ് ഈ രീതികൾ? അതിൻ്റെ ഒരു വൺ ലൈനർ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ക്ലിയർ ആണോ? ഓക്കെ, സോ ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ഓഷൻ എനർജി. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജി സോഴ്സിലേക്കാണ് നീങ്ങുന്നത്, ദാറ്റ് ഈസ് ബയോ energy. Bioenergy. Okay, now നമുക്ക് ബയോ എനർജി പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ജനറൽ സയൻസ് അല്ലെങ്കിൽ ബേസിക് സയൻസിൻ്റെ ചില ഐഡിയാസ് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം, വിച്ച് ആർ യു ഗോയിങ് ടു യൂസ് ലേറ്റർ. So for that we have to understand that respiration has different ways. എന്താണ് റെസ്പിറേഷൻ എന്ന് വെച്ചാൽ എന്താ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഓക്കെ, റെസ്പിറേഷൻ, വാട്ട്സ് റെസ്പിറേഷൻ? ഇൻടേക്ക് ഓഫ് എയർ സോ ആസ് ടു ബ്രേക്കിംഗ് ഡൗൺ ദ ഫുഡ് മോളിക്യൂൾസ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റെസ്പിറേഷൻ ചെയ്യാൻ there are two methods. Okay, one is called as aerobic and other is called as anaerobic. Okay, aerobic respiration le we use oxygen ഉപയോഗിച്ചാണ് അവിടെ റെസ്പിറേഷൻ നടക്കുന്നത്. Okay, but in an anaerobic respiration there is no use of oxygen. There is no use of oxygen in an anaerobic respiration. Okay,
നമ്മൾ ഏത് റെസ്പിറേഷനാണ് ചെയ്യുന്നത്? ആർ വി ഡൂയിങ് എയറോബിക് ഓർ അനേറോബിക്? Aerobic. Okay, so an example for aerobic is basically humans itself. Okay, but പല മൈക്രോ ഓർഗാനിസംസും ഉപയോഗിക്കുന്നത് അനേറോബിക് റെസ്പിറേഷൻ ആണ്. ഓക്കെ, ബാക്ടീരിയ ഒക്കെ ഡീകമ്പോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അനേറോബിക് റെസ്പിറേഷൻ ആണ്. അണ്ടർസ്റ്റുഡ്? ഈ അനേറോബിക് റെസ്പിറേഷൻ ഉപയോഗിച്ച് നമ്മളൊരു പ്രോസസ്സ് ചെയ്യാറുണ്ട്, അതാണ് ഫെർമെൻറ്റേഷൻ. ഫെർമെൻറ്റേഷൻ ഫെർമെൻറ്റേഷൻ. ഓക്കെ, എന്താണ് ഫെർമെൻറ്റേഷൻ? ബേസിക്കലി എവിടേക്കാണ് ഫെർമെൻറ്റേഷൻ ഉപയോഗിക്കുന്നത്? ഏതെങ്കിലും ഒരു സ്ഥലം പറയാമോ? ആൽക്കഹോൾ. ഓക്കെ, ഇൻ ദ മേക്കിംഗ് ഓഫ് ആൽക്കഹോൾ. കുടിക്കാൻ മാത്രമേ അറിയുള്ളൂ അല്ലേ, ഇതെങ്ങനെ ഉണ്ടാവണമെന്ന് അറിയില്ല. സോ ഇൻ ദ മേക്കിംഗ് ഓഫ് ആൽക്കഹോൾ. പിന്നെ പിന്നെ വേറെ എവിടെയാ? ഏതാ? ബേക്കറി. അതന്നെ, പറയൂ. ഈസ്റ്റൊക്കെ ഉപയോഗിച്ച് നമ്മൾ ബ്രെഡ്, ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നതും ഫെർമെൻറ്റേഷൻ വഴിയാണ്. ഓക്കെ, സോ ഹിയർ വാട്ട് ഈസ് ഹാപ്പനിങ്? It is an anaerobic way of breaking down the food molecules. Understood? അപ്പോൾ ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് is basically used in the production of alcohol. ഓക്കെ, പിന്നെ ബേക്കറി പ്രൊഡക്ട്സിൻ്റെ ബ്രെഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ പല മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിക്കും. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈസ്റ്റ്. ഓക്കെ, ഓക്കെ, സോ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഈ ടേംസ് ഒക്കെയാണ് എയറോബിക്, അനേറോബിക് ആൻഡ് ഫെർമെൻറ്റേഷൻ. ഓക്കെ, ഇത് നമ്മളിനി ചില സമയത്ത് ഇനി വീണ്ടും അടുത്ത അടുത്ത വിഷയങ്ങളിൽ ഉപയോഗിക്കും. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ദ മെയിൻ ആസ്പെക്റ്റ്, ബയോ എനർജി. ഓക്കെ, ബയോ എനർജി ബേസിക്കലി പറയണത് എന്താണ്? അതായത് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ലൈഫ് ഫോംസ് ഉപയോഗിച്ച് നമുക്ക് എനർജി ഉണ്ടാക്കുക. ഓക്കെ, അതാണ് എൻ്റെ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അല്ലേ. അപ്പോൾ ഈ ബയോ എനർജി നമുക്ക് 3 രീതിയിൽ ഉപയോഗിക്കാം. ദർ ആർ 3 ways ഓഫ് മേക്കിംഗ് യൂസ് ഓഫ് ബയോ എനർജി. ഓക്കെ, നൗ ദ ഫസ്റ്റ് വൺ ഇസ് ഫ്രം സോളിഡ് ബയോമെറ്റീരിയൽസ്. അതാണ് ബയോ മാസ് എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഇസ് സോളിഡ് ബയോ മാസ്, അതായത് സോളിഡ് ആയിട്ടുള്ള ലൈഫ് ഫോം, സോളിഡ് ആയിട്ടുള്ള ബയോമെറ്റീരിയൽസ്. ഓക്കെ, ദെൻ ഇഫ് യു ആർ യൂസിങ് ദ സെയിം സോളിഡ് മെറ്റീരിയൽസ് ടു ഫോം gaseous products, it is called as biogas. ഓക്കെ, സോ ഇവിടെ പ്രൊഡ്യൂസ് ആവുന്നത് എന്താണ്? ഇറ്റ് ഇസ് ഇൻ ദ gaseous ഫോം. Okay, then the third one is biofuel. Biofuel. This is in the liquid form. Okay, so bioenergy നമുക്ക് ബയോമാസ്, ബയോഗ്യാസ് ആൻഡ് ബയോഫ്യൂവൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. Because there are 3 ways of using the bioenergy. Okay, is this clear? Okay, now first we'll go to biomass. Okay, അപ്പോൾ ബയോമാസിൽ ഉപയോഗിക്കുന്ന സോളിഡ് മെറ്റീരിയൽ എന്ന് പറയുന്നതാണ് ബാഗേസ്. ഇറ്റ് ഇസ് കോൾഡ് ആസ് ബാഗേസ്. ഓക്കെ, ബാഗേസ് എന്ന് പറയുന്നത് ഈ ഷുഗർ കെയിൻ, ഓക്കെ, ഷുഗർ കെയിൻ എല്ലാം കൾട്ടിവേറ്റ് ചെയ്തിട്ട് അവസാനം കിട്ടുന്ന വേസ്റ്റിനെയാണ് നമ്മൾ ബാഗേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ വെൻ വി ആർ യൂസിങ്
that wastage of sugarcane, and then we are producing the energy that becomes biomass. Is this clear? Okay. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഈ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ഈ ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ വർഷം ഫുൾ വി കാൺട്ട് യൂസ് ദ ഷുഗർ കെയിൻ അല്ലെങ്കിൽ ബയോമാസ്. ഹാർവെസ്റ്റ് കഴിയുന്ന പീരീഡിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആ പീരീഡിൽ നിന്ന് കിട്ടുന്നത് മേ ബി അടുത്ത 2 മാസത്തേക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലേ? സോ ഒരു അറൗണ്ട് ദ ഇയർ അവൈലബിലിറ്റി നമുക്ക് ബയോമാസ് അല്ലെങ്കിൽ ബാഗേഴ്സിൻ്റെ ഉറപ്പിക്കാൻ പറ്റില്ല, അല്ലേ? അപ്പം അത് കാരണം നമുക്ക് ബയോമാസ് വെച്ച് മാത്രം നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പറയുന്ന ബാഗേഴ്സ് എടുക്കും. ഓക്കെ, ബാഗേഴ്സ് എടുക്കും, എന്നിട്ട് അതിൻ്റെ ഒപ്പം കോളും കൂടി ഒരുമിച്ച് ബേൺ ചെയ്യും. തെർമൽ പവർ പ്ലാന്റിൽ കോളിൻ്റെ കൂടെ ബാഗേഴ്സും ഒരുമിച്ച് ബേൺ ചെയ്യും. ഓക്കെ, സോ ദാറ്റ് വി ക്യാൻ എൻഷുർ ദ അവൈലബിലിറ്റി ടുഗെദർ. ഇതിനെയാണ് വിളിക്കുന്നത് കോ ജനറേഷൻ. കോജനറേഷൻ. കോളും ബാഗേഴ്സും അല്ലെങ്കിൽ കോളും ബയോമാസും ഒരുമിച്ച് വെൻ വി ആർ ബേണിംഗ്, ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ആസ് കോ ജനറേഷൻ. കൊളാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കമ്പൈൻഡ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കോ ജനറേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്? ബിക്കോസ് ഈ ബാഗേഴ്സ് വെച്ച് മാത്രം നമുക്ക് ത്രൂ ഔട്ട് ദി ഇയർ വി കാൺട്ട് റിലൈ ഓൺ ഇറ്റ്. അതിൻ്റെ ആ സപ്ലൈ കുറവാണ്. അപ്പോൾ കോള് വെച്ച് നമ്മൾ വി ആർ ആക്ച്വലി യൂസിങ് ബോത്ത് ഓഫ് ദം ടുഗെദർ. അണ്ടർസ്റ്റുഡ്? അപ്പോൾ പല തെർമൽ പവർ പ്ലാന്റ്സിനും അവരുടെ ഈ എനർജി കൺസംഷൻ കുറയ്ക്കാനും കൂടുതൽ റിന്യൂവബിൾ എനർജിക്ക് പോകാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നത്? കോളിൻ്റെ ഒപ്പം ബാഗേഴ്സും ഒരുമിച്ച് ബേൺ ചെയ്യാണ്. അതിനെയാണ് കോ ജനറേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പഞ്ചാബിലെ പല തെർമൽ പവർ പ്ലാന്റ്സും ഇതാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ ന്യൂസിലൊക്കെ കാണും, പല ഏരിയയിലായിട്ട് ഇത് വരുന്നുണ്ട്, സ്റ്റബിൾ ബേണിങ്ങിൻ്റെ ഇഷ്യൂ, പിന്നെ അവിടുത്തെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സോ ഇതെല്ലാത്തിനും ഒരു സൊല്യൂഷനായിട്ട് പറയുന്നതാണ് കോ ജനറേഷൻ. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ എല്ലാവർക്കും ഗുണമാണ്, ഈ തെർമൽ പവർ പ്ലാന്റ്സിന് ഗുണമാണ്. കാരണം അവരുടെ കോളിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോളിൻ്റെ യൂസേജ് കുറയ്ക്കാം. രണ്ടാമത്തെ ഫാർമേഴ്സിന് ഗുണമാണ്, കാരണം ഈ വേസ്റ്റ് വെച്ച് അവർക്കൊരു എക്സ്ട്രാ ഇൻകം കിട്ടുകയാണ് ഈ വേസ്റ്റ് കോൾ പവർ പ്ലാന്റ്സിന് സെല് ചെയ്തിട്ട്. സോ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു ഐഡിയ ആണ് കോ ജനറേഷൻ. ഇസ് ദിസ് ക്ലിയർ? ഓക്കെ, നൗ വാട്ട് ഈസ് ദിസ് ബയോഗ്യാസ്? ഓക്കെ, നൗ നമ്മൾ നേരത്തെ പറഞ്ഞ ബയോമാസ് വെൻ വി ആർ കൺവേർട്ടിംഗ് ഇൻ ടു എ ഗ്യാഷ്യസ് ഫോം, അതിനെയാണ് ബേസിക്കലി നമ്മൾ ബയോ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുതന്നെയാണ് നമ്മൾ പലരുടെയും വീട്ടിലിപ്പോൾ ചിലപ്പോൾ ബയോഗ്യാസ് പ്ലാന്റുകൾ ഉണ്ടാവും, അല്ലേ? നിങ്ങളുടെ ആരുടെയും വീട്ടിലുണ്ടോ? ഇല്ല, ആരുടെയും വീട്ടിൽ, ഒരാളുടെ വീട്ടിൽ പോലും ഇല്ലേ? നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ? ശടാ. Okay, so actually what is happening is that nowadays this is actually becoming popular. Okay, പലരുടെയും വീട്ടിലെ വേസ്റ്റ്, ഫുഡ് വേസ്റ്റും അങ്ങനത്തെ പല വേസ്റ്റുകളെല്ലാം ഉപയോഗിച്ച് ദേ ആർ ബീങ് കൺവേർട്ടഡ് ടു ബയോഗ്യാസ്. അപ്പോൾ ഒരു പരിധി വരെ നമ്മുടെ എനർജി നീഡ്സ് ആക്ച്വലി സസ്റ്റെയിൻഡ് വിത്ത് റെസ്പെക്ട് ടു ദ ബയോഗ്യാസ്. ഇതാണ് ബയോഗ്യാസ് പ്ലാന്റുകൾ, ചെറിയ ചെറിയ ബയോഗ്യാസ് പ്ലാന്റുകൾ നമ്മുടെ പലരുടെയും വീട്ടിലിപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബയോഗ്യാസ് പ്ലാന്റിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ബേസിക്കലി ഇവിടെ എന്താ ചെയ്യണത്? ഇറ്റ് ഈസ് ബീങ് ഡീകമ്പോസ്ഡ്. ഇറ്റ് ഈസ് ബീങ് ഡീകമ്പോസ്ഡ് ബൈ സർട്ടൻ ബാക്ടീരിയ. ഓക്കെ, ബൈ സർട്ടൻ ബാക്ടീരിയ. അപ്പോൾ ചില മൈക്രോ ഓർഗാനിസം, ചില ബാക്ടീരിയ വെച്ച് ഇവിടെ ആ ബയോമാസിനെ ഡീകമ്പോസ് ചെയ്യാണ്. അതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഇവിടെ ബേസിക്കലി എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് അനേറോബിക് റെസ്പിറേഷൻ. ഓക്കെ, സോ അനേറോബിക് പ്രോസസ്സ് വഴി ഡീകമ്പോസിഷൻ നടക്കുന്നൊരു ഏരിയ ആണ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ.
Okay, is this clear? അപ്പോൾ ഇവിടെ ലാർജ്ലി നമുക്ക് ഉള്ളൊരു കമ്പോണൻറ്റ് അഗെയിൻ ഇസ് മീഥേൻ. ഓക്കെ, മീഥേൻ തന്നെയാണ് ബയോഗ്യാസിലും അത്യാവശ്യം കൂടുതൽ ഉള്ളത്. പക്ഷേ നാച്ചുറൽ ഗ്യാസൊക്കെ അപേക്ഷിച്ച് ഇവിടുത്തെ മീഥേൻ്റെ അളവ് വളരെ കുറവാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ദോ മീഥേൻ ഇസ് ദർ, when compared to natural gas it is much lesser. That is why we are promoting more biogas than other components such as fossil fuels. Okay, is this clear? Now coming to the liquid form or biofuel. Okay, ബയോഫ്യൂവലിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി ഫെർമെൻറ്റേഷൻ ബൈ certain മൈക്രോ ഓർഗാനിസംസ്. അങ്ങനെ ഈ ഫെർമെൻറ്റേഷൻ വഴിയാണ് നമുക്ക് ആ ലിക്വിഡ് ബയോഫ്യൂവൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, is this clear? അപ്പോൾ ഈ ബയോഫ്യൂവൽ ഫെർമെൻറ്റേഷൻ ചെയ്യുമ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് വേസ് ഓഫ് ഡൂയിങ് ഇറ്റ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, നമ്മൾ പണ്ട് മുതൽ ഇപ്പോൾ വരെ ബയോഫ്യൂവൽസ്, ഹൗ വി ആർ യൂസിങ് ബയോഫ്യൂവൽസ്, ഓക്കെ, ദാറ്റ് ഹാസ് ചേഞ്ച്ഡ് കൺസിഡറബിളി. ഇതിനെ പല സമയത്തും പല രീതിയിലാണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ഹൗ വി ഹാവ് യൂസ്ഡ് ദ ബയോഫ്യൂവൽസ് ഇൻ ഡിഫറെൻറ്റ് ടൈം പീരിയഡ്സ് വി ഹാവ് 4 generations. ഓക്കെ, നമ്മൾ മൊബൈൽ ഫോണിൽ പറയുന്നതാണ് 1G 2G 3G. ഓക്കെ, ഇതൊക്കെ ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസാണ്. ഓരോ സമയത്തും ഓരോ പീരിയഡിലും ദർ വെർ ഡിഫറെൻറ്റ് ടെക്നോളജീസ് ആൻഡ് നൗ വി ഹാവ് റീച്ച് ടു 5G. ഓക്കെ, അതേപോലെ തന്നെ ബയോഫ്യൂവലിൻ്റെ പ്രൊഡക്ഷനിലും ദർ ആർ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ ആൻഡ് ഫോർത്ത് ജനറേഷൻ. Okay, so as the years progressed we were ready to have newer technologies and newer ideas to use or produce biofuel. Okay, അപ്പോൾ ഫസ്റ്റ് ജനറേഷനിലെല്ലാം നമ്മൾ ബേസിക്കലി ഉപയോഗിച്ചത് എഡിബിൾ ക്രോപ്സ് വി കൺവേർട്ടഡ് ഇൻ ടു ബയോഫ്യൂവൽ, എഡിബിൾ ആയിട്ടുള്ള ക്രോപ്സ്. ഓക്കെ, ലാർജ്ലി ഇവിടെ ഷുഗർ, വീറ്റ്, ഇതിൻ്റെയൊക്കെ സ്റ്റോക്കാണ് നമ്മൾ ഉപയോഗിച്ചത്, എഡിബിൾ ക്രോപ്സ്. ഓക്കെ, അപ്പോൾ എഡിബിൾ ക്രോപ്സ് ഉപയോഗിച്ച് നമ്മൾ ബയോഫ്യൂൽ ഉണ്ടാക്കിയപ്പോൾ പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി. ദാറ്റ് there was a concern that this could lead to food insecurity. Okay, കാരണം ഫുഡ് ക്രോപ്സ് ഉപയോഗിച്ച് നമ്മൾ ബയോഫ്യൂവലെ കൺവേർട്ട് ചെയ്യുമ്പോൾ that could actually lead to lower amount of food production. ഓക്കെ, അങ്ങനെ ഇപ്പോൾ വീറ്റ് നമ്മൾ എന്താ പറയുക ബയോഫ്യൂവലായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുക. സോ വാട്ട് ഹാപ്പൻസ്, the whole wheat when it's converted into biofuel, that would lead to lower amount of wheat in the godowns. This could actually create food insecurity issues. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു എഡിബിൾ ക്രോപ്സ് ഉപയോഗിക്കുമ്പോൾ. സോ ഇൻ ദ സെക്കൻഡ് ജനറേഷൻ വി ആർ നൗ ഫോക്കസിങ് ഓൺ നോൺ edible crops.
ഓക്കെ. അപ്പോൾ ഇവിടെ ജത്രോപ്പ പോലത്തെ ഉള്ള നോൺ എഡിബിൾ ആയിട്ടുള്ള ക്രോപ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ. ബട്ട് ഹിയർ അഗെയിൻ ദർ വാസ് എ പ്രോബ്ലം. ഇത് പലപ്പോഴും പല ട്രീസിൻ്റെ സീഡ്സ് അല്ലെങ്കിൽ അവരുടെ വേസ്റ്റേജ് വരുന്ന ബാർക്കുകൾ ഇവിടെ നിന്നൊക്കെയാണ് ബയോഫ്യൂൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ വി ആർ യൂസിങ് സച്ച് കൈൻഡ് ഓഫ് പ്ലാന്റ്സ് ഫോർ ബയോഫ്യൂൽസ് ഇറ്റ് ഈസ് ആക്ച്വലി ലീഡിങ് ടു deforestation. Okay, so here the concern was of deforestation and reduced greenery. ഓക്കെ. അപ്പോൾ ഓൾറെഡി ഒരു കാർബൺ സിങ്കായി മാറുന്ന ഈ ഫോറസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പ്ലാന്റുകളെ നമ്മൾ മാറ്റി ബയോഫ്യൂൽ ആക്കുവാണ്. സോ ദാറ്റ് വാസ് ദി പ്രോബ്ലം ഹിയർ. ഓക്കെ. സോ ഇൻ ദ തേർഡ് ജനറേഷൻ വി ആർ ഗോയിങ് ടു try to solve that particular problem. അപ്പോൾ ഇവിടെ ഡീഫോറസ്റ്റേഷൻ്റെ ഒരു ഇഷ്യൂ കാരണം വി ആർ ബേസിക്കലി ഗോയിങ് ഫോർ ആൽഗെ. സോ ആൽഗെ എന്ന് വെച്ചാൽ എന്താ? പല കുളത്തിലൊക്കെ ചില പായൽ കാണും, ഇങ്ങനെ വെറുതെ ഇതായി കിടക്കുന്ന പായൽ, ഒരു പ്രത്യേക പച്ച കളറൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ബ്രൗൺ ആയിരിക്കും. ദിസ് ഈസ് ബേസിക്കലി ആൽഗെ. അപ്പോൾ ആൽഗെ ആർ നത്തിങ് ബട്ട് മൈക്രോ ഓർഗാനിസംസ് വിച്ച് ആർ ആക്ച്വലി ഗ്രോയിങ് ഇൻ വെരി മച്ച് എന്താ പറയുക പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ. ഓക്കെ. സോ ദീസ് കൈൻഡ് ഓഫ് ആൽഗെ വിച്ച് ആർ ക്യാൻ ആക്ച്വലി ബി ഗ്രോൺ even in polluted waterlands, wastelands, urban river water bodies and all. അങ്ങനെ ഈ ആൽഗെ മൈക്രോ ഓർഗാനിസം വഴി നമുക്ക് ആക്ച്വലി ബയോഫ്യൂവൽസ് ഉണ്ടാക്കാം. ദാറ്റ് ഇസ് കോൾഡ് എസ് ആൽഗെ എനർജി ഓർ തേർഡ് ജനറേഷൻ ബയോഫ്യൂവൽസ്. ഓക്കെ. ഇതിനൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇൻ അർബൻ റീജൻ, ഓക്കെ, അർബൻ റീജിയനിലെ പല വാട്ടർ ബോഡീസ് ഇപ്പോൾ പൊല്യൂട്ടഡ് ആണ്. ഓക്കെ. അവിടെ ആക്ച്വലി ബാക്കി അക്വാറ്റിക് എക്കോസിസ്റ്റംസ് ഒന്നും ഇല്ലാണ്ടുള്ള അവസ്ഥയായി. സോ ദർ വാട്ട് വി ക്യാൻ ഡു, we can actually grow or commercially produce algae and then use that algae to produce bioenergy or biofuel. Okay, so this is very much useful in urban areas, wastelands, polluted water bodies and all. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് യൂസ് അല്ലെങ്കിൽ ഏരിയാസ് വേർ വി ക്യാൻ പ്രൊഡ്യൂസ് ആൽഗെ എനർജി. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ എഫിഷ്യൻസീസ് റിലേറ്റീവ്ലി ലെസ്സർ, അല്ലെങ്കിൽ ഇവിടെ എഫിഷ്യൻസി ഒരു പ്രോബ്ലമാണ്. ഒരുപാട് ആൽഗെ വേണം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഇപ്പോൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്യൂച്ചർ നമ്മൾ ഫോക്കസ് ചെയ്യണതാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ബയോഫ്യൂൽസ്, അല്ലെങ്കിൽ ഏതർ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഓർ ജനറ്റിക്കലി മോഡിഫൈഡ് ആൽഗെ ഫോർ ദി ഫോർത്ത് ജനറേഷൻ ബയോഫ്യൂവൽ. ഓക്കെ. ഈ ജനറ്റിക് മോഡിഫിക്കേഷൻ നമ്മൾ ബയോടെക്കിൽ പഠിക്കും. ജനറ്റിക് മോഡിഫിക്കേഷൻ ബേസിക്കലി ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് പറയാം. നമ്മുടെ ജീൻസ് അല്ലെങ്കിൽ നമ്മുടെ ട്രെയ്റ്റുകൾ മാറ്റം വരുത്താൻ വേണ്ടി വി ആർ ബേസിക്കലി ചേഞ്ചിങ് ദ ജീൻസ് സോ ആസ് ടു ഹാവ് സർട്ടൺ പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ബയോഫ്യൂൽ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബയോഫ്യൂൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ക്യാരക്ടറിസ്റ്റിക് ചില ക്രോപ്പുകളിലോ ചില ആൽഗയിലോ നമ്മൾ കൊണ്ടുവരികയാണ്. അതിനെയാണ് ജനറ്റിക് മോഡിഫൈഡ് ക്രോപ്സ് ഓർ ആൽഗെ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബേസിക്കലി ദർ ഇസ് എ ടെക് സൈഡ് ഹൈലി ഇൻവോൾവ് ഹിയർ. ഓക്കെ. വളരെ കൂടുതലാണ് ഇവിടെ. This is an application of biotechnology also. Okay. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതുവരെയുള്ള ജനറേഷൻസ് ഓഫ് ബയോഫ്യൂവൽ. Is this clear? ഓക്കെ. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ബയോഫ്യൂവൽസും കുറച്ച് വർഷങ്ങളായിട്ട് അത്യാവശ്യം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
അതിനുവേണ്ടി they have actually came up with the national biofuel policy 2019. National biofuel policy 2019. Now this particular policy is very important, and ഇതിൻ്റെ ചില പ്രൊവിഷൻസ് എല്ലാം നിങ്ങൾ നോക്കിയിരിക്കണം. അതിലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഈ പോളിസിയിൽ പറയുന്നത് ദാറ്റ് ദ ഗവൺമെൻറ് ഈസ് ഗോയിങ് ടു പ്രൊമോട്ട് ബയോഫ്യുവൽ പ്ലാന്റ്സ് ഓർ ബയോഫ്യുവൽ പ്രൊഡക്ഷൻ ഫ്രം 2G ഓൺവേർഡ്സ്. ഓക്കെ, അതായത് 1G ഇവർ പ്രൊമോട്ട് ചെയ്യില്ല, ബട്ട് ഫ്രം സെക്കൻഡ് ജനറേഷൻ ബയോഫ്യുവൽ പ്രൊഡക്ഷൻ അവർ പ്രൊമോട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് 1G പ്രൊമോട്ട് ചെയ്യാത്ത? Because of the food insecurity concern. Okay, because our country, because of its huge population, and we are already having concerns with respect to food and nutrition security. അത് കാരണം ഫസ്റ്റ് ജനറേഷൻ we are not going to promote, but from the second generation we are going to promote. Okay, അപ്പോൾ ആ ഒരു ആസ്പെക്റ്റാണ് ലാർജ്ലി നാഷണൽ ബയോഫ്യുവൽ പോളിസിയിൽ പറയുന്നത്. അതുകൂടാതെ ഓൾറെഡി ഈ പോളിസിയിൽ പറയുന്ന ചില കാര്യങ്ങളാണ് ഏതൊക്കെ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ക്രോപ്സ് നമുക്ക് ബയോഫ്യൂൽസ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ദാറ്റ് യു ഹാവ് ടു റെഫർ. കാരണം ഓൾറെഡി 2020 ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഏതൊക്കെയാണ് ഇന്ത്യയിൽ അലൗഡ് ആയിട്ടുള്ള ക്രോപ്സ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ബയോഫ്യൂൽ. അത് നമുക്കൊരു ഗസ്സും അവിടെ ചെയ്യാൻ പറ്റില്ല. വി ജസ്റ്റ് ഹാവ് ടു നോ ദി എക്സാക്ട് ഇൻഫോർമേഷൻ. കസാവ സീഡ്സ്, അങ്ങനെ ചില സംഭവങ്ങളുണ്ട്, ജത്രോപ്പ, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അത് ഏതാണ് എന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യണം. നാഷണൽ ബയോഫ്യൂൽ പോളിസി ഒന്ന് പോയി നോക്കേണ്ടതാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇസ് ദിസ് ക്ലിയർ? Now, apart from the national biofuel policy, the government is also focusing on something else, that is ethanol blending. Ethanol blending. Okay, see, biofuels, just by using the biofuels അതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് അധികം ഉറപ്പിക്കാൻ പറ്റില്ല. Because as we already told, there are food security concerns, there are other concerns in each of those generation of biofuels. അപ്പോൾ അത് കാരണം തന്നെ ബയോഫ്യൂൽസ് മാത്രമായി നമുക്കെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് അനദർ പ്രോബ്ലം ഇസ് ദാറ്റ് അതിൻ്റെ എനർജി എഫിഷ്യൻസി കുറവാണ്. ഓക്കെ, സോ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബയോഫ്യൂൽ വഴി ഓടുന്ന ഒരു വണ്ടിയും പെട്രോൾ വഴി ഓടുന്ന വണ്ടിയും നോക്കുമ്പോൾ എനർജി എഫിഷ്യൻസി ഈസ് ഹൈലി ഹയർ ഫോർ ദി പെട്രോൾ ബേസ്ഡ് വെഹിക്കിൾസ്. ഓക്കെ, സോ അത് കാരണം നമ്മൾ രണ്ടും കൂടി ഒരുമിക്കാൻ വേണ്ടി വാട്ട് ഡിഡ് വി ഡു? വി ആർ ബേസിക്കലി ബ്ലെൻഡിങ് ബോത്ത്. അതായത് ഇപ്പോൾ ഒരു 100 അല്ലെങ്കിൽ 10 ലിറ്റർ പെട്രോൾ ഇടുകയാണെങ്കിൽ അതിലെന്ത് ചെയ്യും? 9 ലിറ്റർ പെട്രോളിയം 1 ലിറ്റർ വുഡ് ബി എത്തനോൾ ഓർ അതർ ബയോഫ്യൂവൽസ്. അതിനെയാണ് നമ്മൾ എത്തനോൾ ബ്ലെൻഡിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്തിനങ്ങനെ ചെയ്യണത്? ബിക്കോസ് വി കനോട്ട് യൂസ് ദ ഹോൾ എത്തനോൾ ആസ് എ ഫ്യൂവൽ. ഓക്കെ, but at the same time we are trying to reduce our dependence on crude oil. Okay, അപ്പോൾ രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് ആണ് നമ്മൾ ഫ്യൂവലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ദിസ് ഇസ് ക്ലിയർ? ഓക്കെ, അതായത് നമ്മൾ വെള്ളം അടിക്കുമ്പോൾ ഡ്രൈ ആയിട്ട് അടിക്കരുത്, കുറച്ച് സോഡയെ കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയിട്ട് വേണം അടിക്കാനായിട്ട്. ഓക്കെ, പിടി കിട്ടിയോ? അണ്ടർസ്റ്റുഡ്? അങ്ങനെ when we are actually having the ethanol എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആൽക്കഹോൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് 10%. ഓക്കെ, 10% ഓഫ് എത്തനോൾ. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് E10.
സോ വെൻ യു ആർ യൂസിങ് എഥനോൾ ബ്ലെൻഡിങ് 10% എഥനോൾ ആയിരിക്കും, ബാക്കി 90% പെട്രോൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളും അതുപോലെ വെള്ളം അടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 10 ml മാത്രമേ ആൽക്കഹോൾ പാടുള്ളൂ. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ദെൻ ഈ E10 നമ്മൾ 2022 we have achieved this target of providing 10% ethanol blending. 10% ethanol blending ടാർഗറ്റ് നമ്മൾ ഓൾറെഡി 2022 അച്ചീവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഓൾറെഡി 10% നമ്മൾ അച്ചീവ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇനി എന്താ ഉദ്ദേശിക്കാൻ പോകുന്നത്? ഇനി കുറച്ചും കൂടി കൂട്ടി, ഹോട്ട് കുറച്ചും കൂടി കൂട്ടാൻ നോക്കും അല്ലേ, സ്വാഭാവികമായിട്ടും. സോ നൗ വി ആർ ഗോയിങ് ടു ഇൻക്രീസ് ദ amount of alcohol. Okay, now this is going to be 2 liter and 8 liter petrol. Okay, so our next target is E20. Next target is E20. E20 എന്ന് പറയുന്നത് എന്താണ്? How much percentage? 20% of ethanol. 20% of ethanol. And we are trying to achieve this target by 2025. ഓക്കെ, ഇപ്പോൾ 2025 നമ്മുടെ ടാർഗറ്റാണ് 20% എഥനോൾ. ഓക്കെ, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് എഥനോൾ ബ്ലെൻഡിങ്? ഇതിൻ്റെ ഒരു എക്കണോമിക് അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, സി ഇന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, we are importing around 85% of our crude oil. Okay, so by actually using ethanol in our fuel, we can reduce the amount of petroleum that is being used. ശരിയല്ലേ? അങ്ങനെ if we are able to reduce the petroleum, then that means that we are going to reduce our imports. അല്ലേ? So that is directly going to reduce our current account deficits and all. Then there is an environmental angle also to this. We can reduce the greenhouse gas emissions. A fossil fuel actually emits much more amount of carbon dioxide than a biofuel. Okay, so blended ആയിട്ടുള്ള petroleum is going to reduce the overall greenhouse gas emissions. Okay, it is also going to reduce the air pollutants. ബാക്കി fossil fuels ഒക്കെ ഉപയോഗിക്കുമ്പോൾ it is going to release sulfur dioxide and nitrogen dioxide. Okay, ഇവിടെ blend ചെയ്യുന്നതുകൊണ്ട് നമ്മൾ we are going to reduce the amount of such kind of toxic components. അങ്ങനെ എയർ പൊല്യൂഷൻ, ആസിഡ് റെയിൻ, ഇതിൻ്റെയൊക്കെ എഫക്റ്റ് നമുക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു വൾണറബിലിറ്റി ഫ്രീക്വൻസി കുറയ്ക്കാം. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് ദി biofuel or ethanol blending. Also there is the social advantage also. Okay, അതായത് ഇവിടുന്ന് ആക്ച്വലി ഫാർമേഴ്സ് they can sell their sugar cane now to the petroleum companies
for making ethanol. അങ്ങനെ farmers can increase their income. Farmers can increase their income. ഈ ഫാർമർ ഇൻകം ഡബിൾ ചെയ്യുമെന്ന് ഒരു കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. 2022 ദാറ്റ് ഓൾ ദ ഫാർമേഴ്സ് ആർ ഗോയിങ് ടു ഡബിൾ ദ ഇൻകം എന്നായിരുന്നു നമ്മുടെ ടാർഗറ്റ്. പക്ഷേ ശരിക്കും സംഭവിച്ചത് എന്താ? അത് ഡബിൾ ആയതുപോലും അല്ല, പലരുടെയും ഇൻകം താഴോട്ടാണ് പോയത്. ഓക്കെ, അപ്പോൾ അതാണ് അവസ്ഥ. ബട്ട് ദ തിങ് ഇസ് ദറ്റ് ഇതുപോലത്തെ ഇനീഷ്യേറ്റീവ്സ് വഴി വി ക്യാൻ ഇൻക്രീസ് ദ ഫാർമേഴ്സ് ഇൻകം. കാരണം ഇത്രയും കാലം അവരുടെ വേസ്റ്റ് അവർ വെറുതെ ഫീൽഡിൽ കിടക്കുകയാണ്. നൗ ദേ ക്യാൻ യൂസ് ദറ്റ് വേസ്റ്റ്, ദ സ്റ്റോക്സ് ഓഫ് ദ ക്രോപ്സ്, ആൻഡ് ദേ ക്യാൻ സെൽ ദറ്റ് സോ ദാറ്റ് ഇറ്റ് ഇസ് ബീങ് കൺവേർട്ടഡ് ഇൻ ടു എഥനോൾ. ഓക്കെ, അങ്ങനെ ഒരു ഫാർമർ ഇൻകമും ഇവിടെ ഹെൽപ്പ് ചെയ്യും. ഈ എക്കണോമിക്, എൻവയൺമെൻറ്റ് ആൻഡ് സോഷ്യൽ അല്ലെങ്കിൽ ഇക്വിറ്റബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ്. ഓക്കെ, എക്കണോമിക്, എൻവയൺമെൻറ്റൽ ആൻഡ് ഇക്വിറ്റി. ഓക്കെ, ഇതിനാണ് 3E എന്ന് പറയുന്നത്. 3E. ഓക്കെ, സോ whenever economic, environment and equity are basically achieved, economic benefits ഉണ്ട്, equitable benefits ഉണ്ട്, and environmental benefits ഉണ്ട്, then that is when we say we are going towards sustainable development. Sustainable development. Okay, so we can say ethanol blending is a solution for sustainable development. നിങ്ങൾക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു യൂസ് ദിസ് 3E ഫ്രെയിംവർക്ക്. എങ്ങനെയൊക്കെയാണ് ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ, ഒരു പെർട്ടിക്കുലർ ഇനീഷ്യേറ്റീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യണേ എന്ന് ആലോചിക്കണമെങ്കിൽ യു ക്യാൻ ഈസിലി ഗോ ഫോർ 3 സെക്ടേഴ്സ്: എക്കണോമിക് സെക്ടർ, ദി എൻവയൺമെൻറ്റൽ സെക്ടർ ആൻഡ് ദി ഇക്വിറ്റബിൾ സെക്ടർ. നമ്മൾ പലരും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വി ഓൺലി ഫോക്കസ് ഓൺ ദി എൻവയൺമെൻറ്റൽ ആസ്പെക്റ്റ്. പക്ഷേ എൻവയൺമെൻറ്റ് ഇസ് ഓൺലി വൺ പാർട്ട് ഓഫ് ഇറ്റ്. അതിനൊരു എക്കണോമിക് ആൻഡ് ഇക്വിറ്റബിൾ പോർഷനും കൂടി ഉണ്ട്. ഓക്കെ, സോ ഈ രീതിയിൽ ആലോചിക്കാം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇസ് ദിസ് ക്ലിയർ? ക്ലിയർ ആണോ? സർ, ഇക്വിറ്റി സെക്ടർ എന്ന് വെച്ചാൽ സോഷ്യൽ വെൽഫെയർ. ആ അതെ, സോഷ്യൽ സെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? വെൻ ഓൾ ദ ഗ്രൂപ്പ്സ് ആർ ആക്ച്വലി ഹാവിങ് an ഈക്വൽ ചാൻസ്. ഇപ്പോൾ ഇവിടെ ഫാർമർ അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഫാർമേഴ്സ്. അവരുടെ ഇൻകം കൂട്ടി അവരെയും കൂടി ഇക്വിറ്റബിൾ പൊസിഷനിൽ കൊണ്ടുവരാനാണ് നമ്മളിവിടെ നോക്കുന്നത്. ദിസ് ഇസ് അതർവൈസ് വി ക്യാൻ സോഷ്യൽ എന്നും പറയാം. ആ 3E ഫ്രെയിംവർക്കിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇക്വിറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ, is this clear? Then there is just one more small topic with respect to bioenergy, that is waste to energy production. Waste to energy production. Okay, നമ്മൾ ഈ ഒരു ഏരിയയിൽ we are only going to look at some of the technologies which convert waste to energy. Okay, ഇത് ആക്ച്വലി ഒരു ലാർജൊരു എൻവയൺമെൻറ്റൽ ടോപ്പിക്കാണ്. ബട്ട് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺലി അതിൻ്റെ ടെക് സൈഡ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് വേസ്റ്റ് എനർജി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ചില പ്രോസസ്സസ്. ഓക്കെ, സോ വൺ ഓഫ് ദി ഫസ്റ്റ് വൺ ഇസ് ഇൻസിനറേഷൻ. Incineration. Okay, incineration is basically burning with oxygen, with the help of oxygen.
along with oxygen you are basically burning. അതിനാണ് incineration എന്ന് വിളിക്കുന്നത്. Okay, so ഇവിടെ because of the oxygen there is huge amount of bright flame. ഇത് characterize ചെയ്യുന്നത് ഒരുപാട് flame ആയിട്ടായിരിക്കും. Bright flame is observed when there is incineration. രണ്ടാമത്തെ പ്രോസസ്സാണ് pyrolysis. Pyrolysis. Okay. Pyrolysis is the absence, burning in the absence of oxygen. ഈ pyrolysis പ്രോസസ്സിൽ നമ്മൾ ഓക്സിജൻ ഇല്ലാണ്ടാണ് ബേൺ ചെയ്യുന്നത്. Okay. Then the third process is plasma gasification. Plasma gasification. ഈ പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾ വെൽഡിങ് കണ്ടുണ്ടോ? ഓക്കെ, അപ്പോൾ വെൽഡ് ചെയ്യണ സമയത്ത് എന്താണ് അവിടെ ഉപയോഗിക്കുന്നതാണ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ. ഓക്കെ, ആ ബ്രൈറ്റ് ഫ്ലെയിമിൽ നമ്മൾ ദാറ്റ് വേർ വാട്ട് ഇസ് ഹാപ്പനിങ് ഇസ് ദാറ്റ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വി ആർ ബേസിക്കലി ബേണിംഗ്. അതിനാണ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ പ്രോസസ് ദാറ്റ് ഇസ് ബീങ് യൂസ്ഡ് ഇൻ വെൽഡിങ്. ഓക്കെ, അപ്പോൾ ഈ സെയിം പ്രോസസ്സ് വഴി വിത്ത് ദ യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി which is going to increase the temperature, നമ്മൾ വേസ്റ്റിനെ എനർജി ആക്കാൻ പോകുകയാണ്. അതിനെയാണ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. Then the fourth one is torrefaction. Torrefaction. Okay. Torrefaction, ഈ പ്രോസസ്സ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബേസിക്കലി ഇറ്റ് ഈസ് യൂസിങ് ദ വേസ്റ്റ്, ഇറ്റ് ഈസ് പൗഡേർഡ് യൂസിങ് സർട്ടൺ മെക്കാനിക്കൽ പ്രോസസ്സസ്. അതായത് ഒരു പല മെഷീനിൽ കൊണ്ടുപോയി അതാദ്യം പൗഡർ ചെയ്ത് ചെറിയ ചെറിയ മെറ്റീരിയൽസ് ആക്കും. എന്നിട്ട് ആ പൗഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ഉണക്കി ഹൈ ടെമ്പറേച്ചറിൽ ഉണക്കി പതുക്കെ എന്നിട്ടാണത് വീണ്ടും എനർജി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ബേസിക്കലി വി ആർ യൂസിങ് മെക്കാനിക്കൽ പ്രോസസ്സസ് ടു കൺവേർട്ട് ദ വേസ്റ്റ് ഇൻ ടു എ പൗഡേർഡ് ഫോം. പിന്നീട് ഇത് എനർജി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഓക്കെ, സോ ഈ ടേംസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓൾറെഡി ഈ ടേംസ് എന്താണ് എന്ന് ഓൾറെഡി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, സോ പൈറോളിസിസ് ഇതൊക്കെ എന്താണ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതെന്തായിട്ട് അസോസിയേറ്റ് ചെയ്താണ്. നെക്സ്റ്റ് ടൈം മേ ബി യു ക്യാൻ ഗെറ്റ് എ ക്വസ്റ്റ്യൻ വിത്ത് റെസ്പെക്ട് ടു ഈച്ച് ഓഫ് ദീസ് എന്താണ്, ഒരു മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇൻസിനറേഷനും പൈറോളിസും വ്യത്യാസം എന്താ? ഓക്സിജൻ്റെ പ്രസൻസും ആബ്സൻസും. ഓക്കെ, ദെൻ പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ ഇസ് നത്തിങ് ബട്ട് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇവിടെ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് എനർജി ഉണ്ടാക്കുക. ഇൻ ടോറിഫാക്ഷൻ വി ആർ യൂസിങ് മെക്കാനിക്കൽ പ്രോസസ്സസ് സോ ആസ് ടു കൺവേർട്ട് ദ വേസ്റ്റ് ഇൻ ടു എനർജി. ഓക്കെ, സോ വൺ ലൈനറിൽ ഈ ടേംസ് എന്താണ് അർത്ഥം എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി വേസ്റ്റ് ടു എനർജി പ്ലാന്റ്സ്. ഇതിൻ്റെ ടെക് സൈഡ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ബാക്കി ഐഡിയാസൊക്കെ എൻവയൺമെൻറ്റിലും കേട്ട് പഠിക്കും.
നൗ ഇത് കൂടാതെ നിങ്ങളുടെ ഹാൻഡ് ഔട്ടിൽ ചില സ്കീമുകൾ പറഞ്ഞിട്ടുണ്ട്, ഗോബർധൻ സതത് എന്നൊക്കെ പറഞ്ഞ്. ഓക്കെ, റൂക്കോ ഇനീഷ്യേറ്റീവ്. സോ ജസ്റ്റ് ഈ സ്കീമുകൾ എന്താണ് എന്ന് നോക്കുക. ഓക്കെ, ആ സ്കീമുകൾ നമുക്ക് മെയിൻസ് ആൻസേഴ്സിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബയോ എനർജി. ഓക്കെ, നമുക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വീണ്ടും തുടങ്ങാം. യെസ്, പറയൂ. പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്നോട് പറ. Plasma gasification. Okay, see, plasma gasification is basically used in the welding processes. Okay, ഇപ്പോൾ വെൽഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. സോ ആസ് ടു വെൽഡ് ദ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. അപ്പോൾ അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മളിവിടെ വേസ്റ്റിനെ എനർജി ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് ആ ഹീറ്റ് വെച്ച് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അതാണ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ. മനസ്സിലായോ? ഓക്കെ, യെസ്, പറയൂ. പിന്നെ ബയോമാസിന്റെ കൺവേർഷൻ പറഞ്ഞില്ലേ, ബാഗേജ് ആയിട്ട് മാറുന്നത്, ആ ആ അതെങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ്? ഈ ബയോമാസ് ബാഗേജ് ആവുന്ന ബയോമാസ് തന്നെയാണ് ബാഗേജ്. ഈ ബയോമാസ് എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയലിനെയാണ് ബയോമാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ബാഗേജ് എന്ന് പറയുന്നത് ഈ ബയോമാസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എക്സാമ്പിളാണ് ബാഗേജ്. ബാഗേജ് എന്ന് പറയുന്നത് ഷുഗർ കെയിൻ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഉണ്ടാവില്ലേ, സ്റ്റോക്കൊക്കെ ഉണ്ടാവില്ലേ, ആ സ്റ്റോക്കിനെയാണ് ബാഗേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബയോമാസിന് ഒരു എക്സാമ്പിളാണ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ബാഗേജ്. അത് ബേസിക്കലി അത് കത്തിക്കുമ്പോൾ നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുതന്നെയാണ് കോൾ പവർ പ്ലാന്റ്സിൽ ബാഗേജ് കോളും ഒരുമിച്ച് കത്തിക്കുന്നത്. അത്രയേ ഉള്ളൂ. അഗ്രികൾച്ചർ വേസ്റ്റ് തന്നെയാണ് ബാഗേജ്.
Hello. Okay. We'll be starting the class again. So online students, please note that we'll be starting the class again. Okay. So നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. Okay. So this is actually a question from solar power. ഇന്നലെ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. Okay. So let's try to understand this with reference to technologies for solar power production. Okay. Consider the following statements. Okay. അപ്പോൾ പറയുന്നത് photovoltaics is a technology that generates electricity by the direct conversion of light into electricity, while solar thermal is a technology that utilizes sun's rays to generate heat, which is further used in electricity generation process. Okay. എന്താണ്? This is true because ഇന്നലെ നമ്മൾ പറഞ്ഞു നമുക്ക് സണ്ണിൻ്റെ എനർജി രണ്ട് രീതിയിൽ ഉപയോഗിക്കാം, ലൈറ്റ് ആൻഡ് ദ ഹീറ്റ്. ഓക്കെ, ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫോട്ടോ വോൾട്ടായിക്സ്. അതാണ് ഇവിടെ ഫോട്ടോ എന്ന് പറയണത് തന്നെ. ഓക്കെ, സോ ഫോട്ടോ വോൾട്ടായിക്സ് ഇസ് യൂസിങ് ലൈറ്റ് ടു ഇലക്ട്രിസിറ്റി, വൈൽ സോളാർ തെർമൽ ഇസ് യൂസിങ് സൺസ് റേസ് ടു ജനറേറ്റ് ഹീറ്റ് ഇൻ ടു ഇലക്ട്രിസിറ്റി. ഓക്കെ, സോ ദി സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്. ഓക്കെ, പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോട്ടോ വോൾട്ടായിക്സ് ജനറേറ്റ്സ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വൈൽ സോളാർ തെർമൽ ജനറേറ്റ്സ് ഡയറക്റ്റ് കറണ്ട്. അല്ല, എന്തുകൊണ്ടാണ്? ബിക്കോസ് ഫോട്ടോ വോൾട്ടായിക്സ് ഇസ് നത്തിങ് ബട്ട് എ സെൽ ഓർ എ ബാറ്ററി. അപ്പോൾ അവിടെ അത് ഡി സി ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ദിസ് ഇസ് റോങ്. ദെൻ ഇന്ത്യ ഹാസ് മാനുഫാക്ചറിംഗ് ബേസ് ഫോർ സോളാർ തെർമൽ ടെക്നോളജി ബട്ട് നോട്ട് ഫോർ ഫോട്ടോ വോൾട്ടായിക്സ്. നമുക്ക് സോളാർ തെർമൽ ടെക്നോളജിയുടെയും മാനുഫാക്ചറിംഗ് ബേസ് ഇല്ല ആക്ച്വലി. there also we are dependent on the imports. So this is also wrong. Okay, so എന്താണ് എൻ്റെ ആൻസർ? ഇറ്റ് ഈസ് ബേസിക്കലി വൺ ഓൺലി. ഓക്കെ, okay, then in the context of which one of the following are the terms pyrolysis and plasma gasification mentioned? ഏതാണ്? വേസ്റ്റ് ടു എനർജി ടെക്നോളജീസ്. സോ ഓൾറെഡി ആ നെയിം എന്താണ് എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഈ സെയിം ഏരിയ ചോദ്യം വരികയാണെങ്കിൽ ഇറ്റ് കുഡ് ബി ഈച്ച് ഓഫ് ദീസ് ടേംസ്. ഓക്കെ, സോ ചിലപ്പോൾ മാച്ചിങ് ആയിട്ട് ചോദിക്കാം, പൈറോളിസിസ് എന്താണ് അല്ലെങ്കിൽ ഇൻസിനറേഷൻ എന്താണ് എന്ന രീതിയിൽ. ഓക്കെ, സോ ഇത് നെക്സ്റ്റ് ലെവലായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. ഓക്കെ, അപ്പോൾ എന്താണ് ഓരോ ടെക്നോളജിയും എന്നറിഞ്ഞിരിക്കണം. ഓക്കെ, then next one, it is possible to produce algae based biofuels. Okay, algae based biofuel ഏത് ജനറേഷനാ? This is nothing but third generation. Okay, but what is or are the likely limitations of developing countries in promoting this industry? Okay, അതായത് ആൽഗെ ബേസ്ഡ് ബയോഫ്യൂൽസ് നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ ഡെവലപ്പിംഗ് കൺട്രീസിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണ്? സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ദ പ്രൊഡക്ഷൻ ഓഫ് ആൽഗെ ബേസ്ഡ് ബയോഫ്യൂൽസ് ഇസ് പോസിബിൾ ഇൻ സീസ് ഓൺലി ആൻഡ് നോട്ട് ഓൺ കോണ്ടിനൻസ്. അങ്ങനെ ഉണ്ടോ? കാരണം എന്താ? വേസ്റ്റ് ലാൻഡ്, ഇൻസൈഡ് വാട്ടർ ബോഡീസ്, ഇവിടെ എല്ലാം നമുക്ക് ആൽഗെ വളർത്താൻ പറ്റും. ഓക്കെ, സോ അതല്ല പ്രശ്നം. ഓക്കെ, ദെൻ setting up and engineering the algae based biofuel production requires high level of expertise or technology until the construction is completed. ശരിയല്ലേ? We require
ഹ്യൂജ് amount ഓഫ് ടെക്നോളജി. ഇവിടെ എന്താ ചോദ്യം എന്താ? ഡെവലപ്പിംഗ് കൺട്രീസിനുള്ള ലിമിറ്റേഷൻസ് ആണ്. ഓക്കെ, സോ ഏതൊരു എനർജി സോഴ്സിനെ ഉപയോഗിക്കാൻ ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ വലിയൊരു പ്രശ്നം എന്താണ്? ദേ ഡു നോട്ട് ഹാവ് ദി പ്രോപ്പർ amount ഓഫ് ടെക്. ഓക്കെ, സോ ദിസ് ഇസ് റൈറ്റ്. ദെൻ economically viable production necessitates the setting up of large scale facilities which may raise ecological and social concerns. ലാർജ് സ്കെയിൽ ആയിട്ടുള്ള പ്രോഗ്രാം, ലാർജ് സ്കെയിൽ ആയിട്ട് ആൽഗെ ബേസ്ഡ് പ്രൊജക്ട് പവർ പ്ലാന്റ്സ് ഇടുകയാണെങ്കിൽ ഓക്കെ എന്താ സംഭവിക്കുക? മേ ബി വി ആർ ഗോയിങ് ടു ഹാവ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ സോഷ്യൽ കൺസേൺ. പിന്നെ ചില വാട്ടർ ബോഡീസ് നമ്മൾ ആൽഗെ ഗ്രോ ചെയ്താൽ വാട്ട് ഹാപ്പൻസ്? ദെൻ ദർ ന്യൂട്രീഷൻ ലെവൽ ഇസ് ഗോയിങ് ടു റെഡ്യൂസ്. അവിടെ ആൽഗെ ബ്ലൂം എന്ന് പറയുന്ന സംഭവങ്ങൾ സംഭവിക്കാം. So that is again going to create ecological problems. Okay, പിന്നെ ആൽഗയുടെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ they may act as invasive alien species. So all of these problems are there. അപ്പോൾ അത് കാരണം yes, that is a problem especially in the developing countries. കാരണം ഡെവലപ്പിംഗ് കൺട്രീസ് വലിയൊരു പ്രശ്നമാണ് സോഷ്യൽ ഇഷ്യൂ. ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് എ മേജർ പ്രോബ്ലം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ലാർജ് സ്കെയിൽ പ്രൊജക്ട്സ് ആണ് കേട്ടോ, അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ്. If it was a very small scale production of algae, then it is not a big problem. Large scale projects ആണ് നമുക്ക് ബുദ്ധിമുട്ട്. ഓക്കെ, സോ എന്താണ് ഇവിടുത്തെ ആൻസർ? ബി 2 and 3. ഓക്കെ, okay, then this was asked in this year's mains. Okay, discuss several ways in which the microorganisms can help in meeting the current fuel shortage. Okay, current fuel shortage നമുക്ക് ശരിയാക്കിയെടുക്കാൻ വേണ്ടി എങ്ങനെയാണ് മൈക്രോ ഓർഗാനിസംസിൻ്റെ സഹായം നമുക്ക് റെഡിയാക്കാൻ പറ്റുക? ഓക്കെ, അപ്പോൾ എന്താണ് ഈ ചോദ്യത്തിനെ കുറിച്ച് ഇതാവുന്നത്? ഹൗ ക്യാൻ മൈക്രോ ഓർഗാനിസംസ് ഹെൽപ്പ് us ഇൻ സോൾവിങ് അവർ കറണ്ട് ഫ്യൂവൽ ഇഷ്യൂസ്? അപ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് എന്താണ്? ദറ്റ് കറണ്ട് ഫ്യൂവൽ ഷോർട്ടേജ് ഉണ്ട്. ഓക്കെ, സോ അത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യണം. ഒരു ഹബ് ആൻഡ് സ്പോക്ക് ഡയഗ്രത്തിലോ എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? അതായത് നമുക്ക് 85% ഇമ്പോർട്ടൻ്റ്. ഓക്കെ, നമ്മുടെ ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ ഡിപ്ലീറ്റ് ആകാൻ പോവാണ്. ഓക്കെ, ദെൻ ദർ ഇസ് എൻ ഇൻക്രീസിങ് പോപ്പുലേഷൻ. സോ ഇതെല്ലാം കാരണം പിന്നെ നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ ഒരുപാട് ഫ്യൂവൽ ആവശ്യമുണ്ട്. അപ്പോൾ ഡിമാൻഡ് ഒരുപാടുണ്ട് ബട്ട് സപ്ലൈ ഇല്ല. ബിക്കോസ് ഓഫ് ദിസ് ദർ ഇസ് എ ഹ്യൂജ് ഡിമാൻഡ് ബട്ട് ദർ ഇസ് ലെസ് സപ്ലൈ ഓഫ് ഫ്യൂവൽ. അപ്പം അത് കാരണം ദർ ഇസ് എ ഫ്യൂവൽ ഷോർട്ടേജ് എന്ന് ആദ്യം നമ്മൾ പറയണം. Then we can go how the microorganisms are going to help. Okay, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇതിൽ പറഞ്ഞ ഒരു കാര്യമാണ്, പല ബയോമാസും ബയോഗ്യാസ് എല്ലാം നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇറ്റ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ആ മൈക്രോ ഓർഗാനിസംസിൻ്റെ അനേറോബിക് റെസ്പിറേഷൻ വഴിയാണ് നമ്മൾ ബയോഗ്യാസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ദെൻ ഇൻ ദ ബയോഫ്യൂവൽ ഓൾസോ വി യൂസ് ഫെർമെൻറ്റേഷൻ. പിന്നെ അതുപോലെ ബയോഫ്യൂൽസിൻ്റെ ചില ജനറേഷൻസ്, തേർഡ് ജനറേഷൻ എന്താ ഉപയോഗിക്കുന്നത്? ആൽഗെ ബേസ്ഡ് ബയോഫ്യൂൽസ് ആണ്. ആൽഗെ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ മൈക്രോ ഓർഗാനിസം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ? തേർഡ് ജനറേഷൻ ആൽഗെ ബേസ്ഡ് ബയോഫ്യൂൽസ്. ഓക്കെ, സോ അതെല്ലാമാണ് നമുക്ക് പറയുന്നത്. അതാണ് ദ സെവറൽ വേസ്. either we can use it as a biogas or we can use it biofuel. ആ ബയോഫ്യൂവൽ തന്നെ പല രീതിയിൽ ഉപയോഗിക്കാം. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് ദി ആൽഗെ. ഓക്കെ, സോ ആ രീതിയിലൊക്കെ പറയാം. പിന്നെ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പറയാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ പറയാം, ചലഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ആൻഡ് വാട്ട് ദ ഗവൺമെൻറ് ഇസ് ഡൂയിങ്. ഇതെല്ലാം നമുക്ക് ഇതിനൊപ്പം പറയാം. ഓക്കെ, ക്ലിയർ ആണോ? സോ ഇത് ലാർജ് ബയോ എനർജി ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു
ടോപ്പിക് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മനസ്സിലായോ? ഈ ഒരു ഏരിയ ക്ലിയർ അല്ലേ? Is this okay? Then we can move to the last topic from this module. Okay, that is hydrogen. Hydrogen as a fuel. Hydrogen as a fuel. Okay. നമ്മൾ ഹൈഡ്രജൻ എനർജി is actually said to be one of the future fuels or future energy sources. കാരണം ബാക്കി പല എനർജി സോഴ്സ് അപേക്ഷിച്ച് ഇറ്റ് ഹാസ് വെരി ഹൈ എനർജി ഡെൻസിറ്റി. ഇറ്റ് ഹാസ് വെരി ഹൈ എനർജി ഡെൻസിറ്റി. We can actually use even very small amount of hydrogen and produce high amount of energy. അത് കാരണം it has a very high energy density. Okay. Then another aspect is hydrogen എന്താണ്? It is highly available. Abundantly available ആണ്. We can generate hydrogen from എവിടുന്ന? വാട്ടർ. വാട്ടറിൽ നിന്ന് നമുക്ക് ആക്ച്വലി ഹൈഡ്രജൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഹൈഡ്രജൻ ഇസ് എ വെരി അബണ്ടൻറ്റ് എലമെൻറ്റ് ഇൻ ദി എർത്ത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വേറൊരു ഗുണം. ദെൻ അനദർ ആസ്പെക്റ്റ് ഇസ് ദറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി എക്കോ ഫ്രണ്ട്ലി. എക്കോ ഫ്രണ്ട്ലി കാരണം it does not have any greenhouse gas emissions. Okay. Then it does very less pollutants or almost no amount of pollution ആണ് ഹൈഡ്രജൻ എനർജിയിൽ നിന്ന് വരുന്നത്. Unlike the fossil fuels, there is very less amount of pollution that is there. Okay, so because of all of these, we are saying that the hydrogen energy is one of the most viable sources of energy of the future. Okay, now നമുക്കറിയേണ്ടത് എന്താണ്? ഹൈഡ്രജൻ എനർജി നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഹൗ ക്യാൻ വി പ്രൊഡ്യൂസ് ദിസ് ഹൈഡ്രജൻ? Okay, so one aspect is the electrolysis of water. Electrolysis of water. Okay, അപ്പോൾ ഈ വാട്ടറിൽ നിന്ന് ഇലക്ട്രോളിസിസ് വഴി നമുക്ക് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ബൈ സെപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അതുകൂടാതെ നമ്മൾ ഓൾറെഡി ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കോൾ ഗ്യാസിഫിക്കേഷൻ. ഓക്കെ, കോൾ ഗ്യാസിഫിക്കേഷൻ. എന്താണ് കോൾ ഗ്യാസിഫിക്കേഷൻ? കോളിനെ മാറ്റി കോൾ ഗ്യാസ് ആക്കുന്നു അല്ലേ? അതിനെയാണ് അല്ലെങ്കിൽ പറയുന്നത് സിൻ ഗ്യാസ്. ഓക്കെ, നൗ during the production of syngas we said that there is the production of carbon dioxide, carbon monoxide and hydrogen. അപ്പോൾ ഈ ഹൈഡ്രജൻ നമുക്ക് പ്രൊഡ്യൂസ് എടുക്കാൻ പറ്റും. ഓക്കെ, so coal gasification of syngas is a useful method for producing hydrogen. Okay,
ഇസ് ദിസ് ക്ലിയർ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഹൈഡ്രജൻ കൊണ്ടുവരാനുള്ള പല മെത്തേഡ്സ്. ബട്ട് ഇൻ വിച്ച് എവർ മെത്തേഡ് വി ആർ യൂസിങ്, വി റിക്വയർ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി, ഓർ ആ പ്രോസസ്സ് സസ്റ്റെയിൻ ചെയ്യാൻ നമുക്കൊരു എനർജി സപ്ലൈ ചെയ്യണം. ഓക്കെ, ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി ഈ എനർജി എങ്ങനെയൊക്കെയാണ് എനർജി നമുക്ക് കൊണ്ടുവരാൻ പറ്റുക? ഈ എനർജി കോളിൽ നിന്നാണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി നിന്നാണോ, എവിടെ നിന്നാണോ ഉപയോഗിക്കണം എന്ന രീതിയിൽ നമുക്ക് പല തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ ഉണ്ട്. അതായത് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറെ എവിടെയെങ്കിലും എനർജി എടുക്കണം. ഓക്കെ, ആ എനർജി എവിടെ നിന്നാണ്, കോളാണോ ന്യൂക്ലിയർ ആണോ എവിടെ നിന്നാണോ, അതനുസരിച്ച് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് hydrogen. Okay, so next thing we are going to study is the different color types of hydrogen. Okay, but before studying the color types, നമുക്ക് വേറൊരു കാര്യം അറിഞ്ഞിരിക്കണം. That is called as carbon capture and storage. ഇതൊരു എൻവയൺമെൻറ്റ് ടോപ്പിക്കാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ മാത്രമേ തരുന്നുണ്ടാവുള്ളൂ. ഓക്കെ, കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ്. ഓക്കെ, നമ്മുടെ എർത്തിൽ ജസ്റ്റ് കേട്ടാൽ മതി, there are many CO2 sources. CO2 പ്രൊഡ്യൂസ് ചെയ്യാൻ, കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. ഇൻഡസ്ട്രീസ്, ട്രാൻസ്പോർട്ട് സെക്ടർ, അഗ്രികൾച്ചർ സെക്ടർ. ഓക്കെ, അതിനെല്ലാതെ നമുക്ക് വിളിക്കാം CO2 സോഴ്സസ്. സോ ദേ ആർ എമിറ്റിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? നോ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് കാരണമാണ് ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കണം അല്ലേ? So what are we doing? We are going to take this carbon dioxide and take it back into the earth. വലിച്ചെടുക്കാൻ പോവാണ് ഈ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡ്, വീണ്ടും നമ്മുടെ എർത്തിലേക്ക് വലിച്ചെടുക്കാൻ പോവാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് CO2 sink. CO2 sink. ഓക്കെ, ഈ CO2 വലിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജീസിനാണ് കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ്, CCS ടെക്നോളജി, അല്ലെങ്കിൽ കാർബൺ ക്യാപ്ചർ യൂസ് ആൻഡ് സ്റ്റോറേജ് ടെക്നോളജീസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ CCUS ഉപയോഗിക്കുന്നത് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെക്കാനിസം ആണോ അല്ലയോ? അത് നമ്മുടെ കാർബൺ എമിഷൻസ് കുറയ്ക്കില്ലേ? അത് ഗ്ലോബൽ വാർമിങ്ങിനെതിരെ ഉപയോഗിക്കുന്നതല്ലേ? സോ ദാറ്റ് ഈസ് ആക്ച്വലി ഹെൽപ്പിംഗ് അസ് ഫൈറ്റ് ദി ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ CCUS നമ്മളിനി ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ പറയുമ്പോൾ നമ്മൾ വീണ്ടും ഉപയോഗിക്കും. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് നത്തിങ് ബട്ട് used to take in or sink in the carbon dioxide from the atmosphere. Okay, no, ഇനി ഇതിൽ പല ടൈപ്സിൽ ഓക്കെ we have something called as brown hydrogen. ഓക്കെ, ബ്രൗൺ ഹൈഡ്രജൻ, ഇവിടെ ഞാൻ കളർ പറയും, ഇവിടെ അതിൻ്റെ മെക്കാനിസം പറയും. And here we are going to say whether this is eco-friendly or not. Okay? No. In a brown hydrogen, so as to produce the hydrogen energy, we are using coal. Coal. അപ്പോൾ കോളാണ് എനർജി സോഴ്സ് ബ്രൗൺ ഹൈഡ്രജന് വേണ്ടി. കോള് ബേൺ ചെയ്താണ് നമ്മൾ ഹൈഡ്രജൻ എനർജി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ
നിങ്ങൾ പറയൂ ഇത് എക്കോ ഫ്രണ്ട്ലി ആയിരിക്കുമോ അല്ലയോ? നോ. ഓക്കെ, ബിക്കോസ് വി ആർ ബേണിംഗ് കോൾ. ആ കോള് കാർബൺ എമിഷൻസ് നടത്തും. ആ കോള് പൊല്യൂഷൻ ഇസ് ഓൾസോ ആപ്ലിക്കബിൾ ഫോർ പൊല്യൂഷൻ. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേറൊരു കളറാണ് ഗ്രേ. ഗ്രേ ഹൈഡ്രജൻ. ഗ്രേ ഹൈഡ്രജനിൽ വി ആർ യൂസിങ് അതർ fossil fuels. Okay, നാച്ചുറൽ ഗ്യാസോ പെട്രോളിയം ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഹൈഡ്രജൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ഗ്രേ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വെദർ ദിസ് ഈസ് ഗോയിങ് ടു ബി എക്കോ ഫ്രണ്ട്ലി? നോ. ഓക്കെ, അതായത് ദിസ് ഈസ് ഓൾസോ ഗോയിങ് ടു എമിറ്റ് കാർബൺ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാർബൺ എമിഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, now the next one we will be discussing is blue hydrogen. blue hydrogenൽ നമ്മുടെ കയ്യിൽ ഫോസിൽ ഫ്യൂവൽസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വി ആർ യൂസിങ് ഫോസിൽ ഫ്യൂവൽസ് ഇറ്റ് സെൽഫ്. ഓക്കെ, കോളാവാം, നാച്ചുറൽ ഗ്യാസ് ആവാം, പെട്രോളിയം ആവാം, എന്തോ ആവാം. ഓക്കെ, പക്ഷേ ഇവിടെ വി ഹാവ് കാർബൺ ക്യാപ്ചർ സ്റ്റോറേജ് ടെക്നോളജി അലോങ് വിത്ത് ഇറ്റ്. അതായത് ഈ ഫോസിൽ ഫ്യൂവൽസ് കാരണം എമിറ്റ് ആവുന്ന കാർബൺ എവിടെ പോയി സിങ്ക് ആവും? ഇൻ ദ CCS. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ്ലി കാർബൺ എമിഷൻസ് വീണ്ടും സിങ്ക് ആവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കോ അല്ലയോ? യെസ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എക്കോ ഫ്രണ്ട്ലി. ഓക്കെ, ബിക്കോസ് ഇവിടെ എന്താണ് കാർബൺ എമിഷൻസ് നമ്മൾ വീണ്ടും സിങ്ക് ചെയ്യാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, then next one is green hydrogen. Green hydrogen. Okay, in green hydrogen we are using renewable energy. Renewable energy. ഓക്കെ, സോളാറോ വിൻഡോ ഒക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ റിന്യൂവബിൾ എനർജി ഉപയോഗിക്കുമ്പോൾ വിൽ ദെയർ ബി കാർബൺ എമിഷൻസ് ഓർ നോട്ട്? സോളാർ ഉപയോഗിക്കുമ്പോൾ ദർ ഇസ് നോട്ട് ഗോയിങ് ടു ബി എനി കാർബൺ എമിഷൻസ്. അപ്പം അത് കാരണം ഇവിടെ CCS വേണോ? വേണ്ട, ബിക്കോസ് കാർബൺ എമിഷൻ നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് സിങ്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, സോ ദർ ഇസ് നോ നീഡ് ഫോർ CCS. സോ ഇവിടെ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കോ? യെസ്. ഓക്കെ, കാരണം ഇവിടെ കാർബൺ എമിഷൻസ് നടക്കുന്നില്ല. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് പിങ്ക്. ഓക്കെ, പിങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ എനർജി. റിന്യൂവബിളിൻ്റെ ഒരു സ്പെസിഫിക് കേസാണ് പിങ്ക്, ബിക്കോസ് വി ആർ യൂസിങ് ന്യൂക്ലിയർ എനർജി. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. സോ ഹിയർ ഓൾസോ വെദർ ഇറ്റ് ഇസ് ഗോയിങ് ടു എമിറ്റ് കാർബൺ ഓർ നോട്ട്? കാർബൺ എമിഷൻ നടക്കുമോ ഇവിടെ? ഇല്ല. സോ ഇറ്റ് ഇസ് ആക്ച്വലി എക്കോ ഫ്രണ്ട്ലി. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഓക്കെ, സോ ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ബേസിക്കലി ഇവിടെ കാർബൺ എമിഷൻ നടക്കോ ഇല്ലയോ എന്ന രീതിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ പല ടൈപ്സ് ഓഫ് എന്താ പറയുക ഹൈഡ്രജനായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് പലതും വന്നിട്ടുണ്ട്. ഓക്കെ, ഇവൻ ആക്ച്വൽ എക്സാം ടെസ്റ്റ് സീരീസിലും കാണും. The thing is that
ഇവിടെ ഏത് ഹൈഡ്രജൻ ഉപയോഗിക്കുകയാണ്, ഏത് ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ഉപയോഗിക്കുകയാണ്, നിങ്ങൾ ബ്ലൂ, പിങ്ക്, റെഡ്, ബ്ലൂ എന്ത് ഉപയോഗിക്കുകയാണെങ്കിലും ആ ഫൈനൽ പ്രൊഡക്റ്റ് എന്താണ്? ഹൈഡ്രജൻ തന്നെയാണ്. ഓക്കെ, അതിലൊരു മാറ്റം വരുന്നില്ല, ശരിയല്ലേ? ഞാനിപ്പോൾ ഇഫ് യു ആർ യൂസിങ് ഗ്രീൻ, പിങ്ക് ഓർ ബ്ലൂ എന്തായിക്കോട്ടെ, അവസാനം കിട്ടുന്ന ഹൈഡ്രജൻ എല്ലായിടത്തും ഒരേപോലെ തന്നെയല്ലേ, അല്ലേ? ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ്റെ സെയിം സാധനങ്ങൾ തന്നെയാണ് ഇവിടെ എല്ലാം ഉള്ളത്, അതിലൊരു വ്യത്യാസം വരുന്നില്ല. ഓൺലി ഇൻപുട്ടിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, അതായത് ഗ്രീൻ ഹൈഡ്രജന് അപ്ലിക്കബിൾ ആയിട്ടുള്ള എന്ത് സാധനവും ബ്രൗൺ ഹൈഡ്രജൻ അപ്ലിക്കബിൾ ആണ്. പിടി കിട്ടിയോ? ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു ഫ്യൂൽ കളർ ഏതായിരിക്കും? ഓക്കെ, ഏതായിരിക്കും? എവിടെ മുതലായിരിക്കും ബെറ്റർ? ഫ്രം ബ്ലൂ ഓൺവേർഡ്സ്. ബ്ലൂ, ഗ്രീൻ ആൻഡ് പിങ്ക് ആർ ആക്ച്വലി കമ്പാരിറ്റീവ്ലി എക്കോ ഫ്രണ്ട്ലി മോർ. ഓക്കെ, പക്ഷേ ബ്ലൂ ഹൈഡ്രജനിൽ നമുക്ക് എന്ത് ഉപയോഗിക്കണം? ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിക്കണം. ദറ്റ് മീൻസ് ദറ്റ് നമുക്ക് ഓൾറെഡി ഡിപ്ലീറ്റിംഗ് ആയിട്ട് ഒരു സോഴ്സ് തന്നെ വീണ്ടും ഉപയോഗിക്കണം, അല്ലേ? പിന്നെ അതുകൂടാതെ വേറെ കാർബൺ ക്യാപ്ചർ സ്റ്റോറേജിന് വേറെ ടെക്നോളജി കൊണ്ടുവരികയും വേണം. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി എക്സ്പെൻസീവ് ആൻഡ് അറ്റ് ദ സെയിം ടൈം യു ആർ ഗോയിങ് ടു യൂസ് സം മിനിമൽ റിസോഴ്സസ്. ഓക്കെ, സോ ബ്ലൂവും ഗ്രീനും നിങ്ങൾക്കൊരു ചോയ്സ് തരികയാണെങ്കിൽ ഏതായിരിക്കും ബെറ്റർ? ഗ്രീൻ. ഓക്കെ, സോ ഗ്രീൻ ഇസ് മച്ച് മോർ ബെറ്റർ ദാൻ ബ്ലൂ. ഓക്കെ, ആൻഡ് പിങ്ക് ആണെങ്കിൽ എന്താ? ഒരു ന്യൂക്ലിയർ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആസ്പെക്റ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ന്യൂക്ലിയർ ആണെങ്കിൽ നമ്മുടെ ഓൾറെഡി ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. വി ആർ നോട്ട് പ്രൊഡ്യൂസിങ് ദാറ്റ് മച്ച് ന്യൂക്ലിയർ എനർജി ഓൾസോ. അത് കാരണം തന്നെ ഈ 5 ടൈപ്പുകളിൽ ഓക്കെ നമുക്ക് ഏറ്റവും ഫീസിബിൾ ഏതായിരിക്കും? ഗ്രീൻ ഹൈഡ്രജൻ. ഓക്കെ, ഈ 5 ഹൈഡ്രജനുകളിൽ ഏറ്റവും ഫീസിബിൾ ആയിട്ടും ഏറ്റവും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും നമുക്ക് ഗ്രീൻ ഹൈഡ്രജൻ ആണ്. ഓക്കെ, അത് കാരണം തന്നെയാണ് ലാസ്റ്റ് ഇയർ ദി ഗവൺമെൻറ് ബ്രോട്ട് ദി നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. ഓക്കെ, അതായത് ഗ്രീൻ ഹൈഡ്രജൻ ആണ് നമ്മുടെ ഫ്യൂച്ചർ ഫ്യൂവൽ എന്ന് ഗവൺമെൻറ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓൾറെഡി വി നോ ദാറ്റ് ഹൈഡ്രജൻ ഹാസ് മെനി ബെനിഫിറ്റ്സ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഓൾമോസ്റ്റ് ഓൺലി 10% അല്ലെങ്കിൽ 5% മാത്രമേ ഗ്രീൻ ഹൈഡ്രജൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ ലോകത്ത്. ഇന്ത്യയിലാണെങ്കിൽ അതിനേക്കാളും കുറവാണ്. അപ്പോൾ ഈ ഗ്രീൻ ഹൈഡ്രജന് വേണ്ടി കൂടുതൽ റിസർച്ചും കൂടുതൽ ടെക്നോളജി എന്ന രീതിയിലാണ് നമ്മൾ ഒരു സ്പെസിഫിക് മിഷൻ ഫോർ ഗ്രീൻ ഹൈഡ്രജൻ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടുതൽ R&D ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും ഗ്രീൻ ഹൈഡ്രജനിൽ. നമ്മൾ ഓവർ ദ പീരീഡ് ഓഫ് ടൈം വി ആർ പ്ലാനിങ് ടു ഹാവ് എ സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ ഓഫ് ഗ്രീൻ ഹൈഡ്രജൻ ആൻഡ് ലേറ്റർ എക്സ്പോർട്ട് ഇറ്റ് ടു അതർ കൺട്രീസ്. ഓക്കെ, അതാണ് ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ്റെ ഉദ്ദേശം. ഓക്കെ, മനസ്സിലായോ? സർ, ബ്ലൂവും ഗ്രീനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാർബൺ സിങ്ക് ഉള്ളതുകൊണ്ട് ബ്ലൂ എക്സ്പെൻസീവ് ആണ്, അപ്പം ഗ്രീൻ ഇസ് ബെറ്റർ. പിന്നെ പിങ്കും ഗ്രീനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊന്നുകൂടെ പറയോ? പിങ്കും ഗ്രീനും കമ്പയർ ചെയ്യുമ്പോൾ പിങ്ക് വി ആർ യൂസിങ് ന്യൂക്ലിയർ എനർജി. നമുക്ക് ഓൾറെഡി അറിയാം ന്യൂക്ലിയർ എനർജി വഴി പ്രൊഡക്ഷൻ ഇസ് വെരി ലെസ്. ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 1 to 2% മാത്രമേ ന്യൂക്ലിയർ എനർജി യൂസ് ചെയ്യുന്നുള്ളൂ. ബട്ട് റിന്യൂവബിൾ എനർജീസിൽ സോളാർ ഓൾമോസ്റ്റ് 15% ഉണ്ട്, വിൻഡ് 12% ഉണ്ട്. ഓക്കെ, നമുക്കിത് കൺസിഡറബിൾ ആയിട്ട് ഓൾറെഡി എമൗണ്ട് ഉണ്ട് റിന്യൂവബിൾ എനർജി അപേക്ഷിച്ച്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഇപ്പോഴത്തെ അവസ്ഥ ആക്ച്വലി റിന്യൂവബിൾസ് അറൗണ്ട് 35% എന്തോ ഉണ്ട്. ഓക്കെ, റിന്യൂവബിൾ എനർജി ഇന്ത്യയുടെ മൊത്തം എനർജി പ്രൊഡക്ഷനിൽ 30% ഉണ്ട്. പക്ഷേ ഇവിടെ 2% ഉള്ളൂ. മാത്രമല്ല ന്യൂക്ലിയർ ടെക്നോളജിയൊക്കെ നമ്മൾ ഡെവലപ്പിംഗ് സ്റ്റേജിലായിട്ടേ ഉള്ളൂ. ഓക്കെ, പലതും. പിന്നെ നമുക്ക് ന്യൂക്ലിയർ ഫ്യൂവലൊക്കെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വേറെ, ഇമ്പോർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വേറെ. സോ കമ്പയറിംഗ് ടു ദീസ് ടു, ഗ്രീൻ ഹൈഡ്രജൻ ഇസ് മച്ച് മോർ ഫീസിബിൾ ഫോർ എ കൺട്രി ലൈക്ക് ഇന്ത്യ. അത് കാരണമാണ് ഗ്രീൻ ഹൈഡ്രജൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. മനസ്സിലായോ?
Okay, sir. Thanks. Okay. So that is the reason why we brought the National Green Hydrogen Mission. Okay. Is this clear? ഇനി ഇതേപോലെ തന്നെ ഹൈഡ്രജൻ നമുക്ക് ആക്ച്വലി ഒരു ബാറ്ററി ആയിട്ട് ഉപയോഗിക്കാം. അതാണ് ഹൈഡ്രജൻ സെൽ. ഹൈഡ്രജൻ സെൽ. Okay. So basically ഹൈഡ്രജൻ സെൽ അല്ലെങ്കിൽ ഏതൊരു ബാറ്ററി ഇവിടെ എന്താ ചെയ്യുന്നത്? ദർ ഇസ് എ കെമിക്കൽ എനർജി ദാറ്റ് ഈസ് ബീങ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ. അപ്പോൾ ഇവിടെ ചില കെമിക്കൽ റിയാക്ഷൻസ് വഴി നമ്മൾ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ഏതൊരു ബാറ്ററിയിലുള്ള പോലെ കാത്തോഡും ആനോഡും നമ്മൾ ഉപയോഗിക്കും. ഓൺലി തിങ് ഹിയർ വിൽ ബി യൂസിങ് വാട്ടർ or any other liquid so as to produce hydrogen. അങ്ങനെ ഇവിടുന്ന് ഹൈഡ്രജൻ എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണതിനാണ് ബേസിക്കലി വി ആർ യൂസിങ് ദ ഹൈഡ്രജൻ സെൽ. ഈ ഹൈഡ്രജൻ സെല്ല് ഡി സി ആയിരിക്കോ എ സി ആയിരിക്കോ? ഡി സി. ബിക്കോസ് എനി സെൽ ഇസ് ഗോയിങ് ടു യൂസ് ഡയറക്റ്റ് കറണ്ട്. അത് പി വി സെല്ലായിക്കോട്ടെ ഹൈഡ്രജൻ സെല്ലായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ. നോ, ഹൈഡ്രജൻ സെൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹൈ എനർജി ഡെൻസിറ്റി ആണ് ഹൈഡ്രജന്. അപ്പം അത് കാരണം തന്നെ ഒരുപാട് പവർ നമുക്ക് ഹൈഡ്രജൻ സെല്ലിൽ നിന്ന് ജനറേറ്റ് ചെയ്യാം. ഇറ്റ് ക്യാൻ ജനറേറ്റ് ഹ്യൂജ് എമൗണ്ട് ഓഫ് പവർ. ഓക്കെ. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺസ് വൈ ദി ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഈസ് ബീങ് യൂസ്ഡ് ഇൻ റോക്കറ്റ്സ്. ലോഞ്ച് വെഹിക്കിളിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്യൂവലാണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ. Okay, hydrogen fuel cell. Okay, is this clear? ഹൈഡ്രജൻ നമുക്ക് ബാറ്ററി ആയിട്ട് ഉപയോഗിക്കാം, ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ ബ്ലെൻഡ് ചെയ്ത് ബാക്കി ഫ്യൂവലിൻ്റെ ഒപ്പം ഉപയോഗിക്കാം. അതാണ് ഹൈഡ്രജൻ ബ്ലെൻഡഡ് CNG, HCNG. ഓക്കെ, പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഈ ഭാഗത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, എസ്പെഷ്യലി ലാസ്റ്റ് ഇയർ. ഇതൊരു ലാസ്റ്റ് ഇയർ വന്നൊരു ചോദ്യമാണ്. ഓക്കെ, ദിസ് ഇസ് ബിക്കോസ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ വാസ് ലോഞ്ച്ഡ് ഓൺ 2022. ഓക്കെ, അത് കാരണമാണ് അടുത്ത വർഷം 2023 ഓക്കെ ഈ ചോദ്യം വന്നത്. വിത്ത് റെഫറൻസ് ടു ഗ്രീൻ ഹൈഡ്രജൻ, ഓക്കെ എന്താണ് പറയുന്നത്? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഡയറക്ട്ലി ആസ് എ ഫ്യൂവൽ ഫോർ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ. പറ്റുമോ? എന്താ പറ്റും? ഞാൻ വെറുതെ വെച്ചാണെങ്കിലോ? സി, നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രീൻ ആയിക്കോട്ടെ, പിങ്ക് ആയിക്കോട്ടെ, ബ്ലൂ ആയിക്കോട്ടെ, എന്ത് കളറും ആയിക്കോട്ടെ, അവിടെ പ്രൊഡ്യൂസ് ചെയ്യണത് എന്താ? ഹൈഡ്രജൻ. ആ ഹൈഡ്രജൻ നമുക്ക് ഒരു ബാറ്ററി ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കാം, ഒരു എന്തെങ്കിലും ബ്ലെൻഡും ചെയ്യാം. അവിടെ ഹൈഡ്രജൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഗ്രീൻ ആയിക്കോട്ടെ, പിങ്ക് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് നമുക്ക് മാറ്ററേ ചെയ്യുന്നില്ല. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യണത് എന്താ? ഹൈഡ്രജൻ ആണ്. ആ ഹൈഡ്രജൻ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഹൈഡ്രജൻ ക്യാൻ ബി യൂസ്ഡ് directly as a fuel for internal combustion. Isn't that correct? ഹൈഡ്രജൻ നമുക്ക് കമ്പഷന് വേണ്ടി ഉപയോഗിച്ചൂടെ? സോ ദാറ്റ് ഈസ് കറക്റ്റ്. ദെൻ ഇറ്റ് ക്യാൻ ബി ബ്ലെൻഡഡ് വിത്ത് നാച്ചുറൽ ഗ്യാസ് ആൻഡ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഫോർ ഹീറ്റ് ഓർ പവർ ജനറേഷൻ. ചെയ്യാൻ പറ്റുമോ? യെസ്, അത് തന്നെയാണ് നമ്മൾ ഹൈഡ്രജൻ ബ്ലെൻഡഡ് CNG എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഡൽഹിയിലെ പല ബസ്സുകളും ആക്ച്വലി ഈസ് റണ്ണിങ് ഓൺ HCNG. So it can be blended with the different natural gas also. So this is also correct. It can be used in the hydrogen fuel cell to run vehicles. അതായത് ഇവിടെ ബാറ്ററി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്.
Is this right or wrong? That is also right. Okay. പിടികിട്ടിയോ? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നമുക്ക് ഹൈഡ്രജൻ നമുക്ക് എന്ത് രീതിയിൽ ഉപയോഗിക്കാം? ഒരു ഡയറക്റ്റായിട്ട് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാം, ബാറ്ററി ആയിട്ട് ഉപയോഗിക്കാം, ഓർ ഇറ്റ് ക്യാൻ ബി ബ്ലെൻഡഡ്. പിടികിട്ടിയോ? ഓക്കെ. കാരണം ഹൈഡ്രജൻ ഒരു എനർജി സോഴ്സാണ്, അത് പല രീതിയിലും വേണമെങ്കിൽ നമ്മൾക്ക് ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ ഞാനിവിടെ പിങ്ക് ആക്കാണ്, ബ്ലൂ ആക്കാണ്, അല്ലെങ്കിൽ എന്താ ഗ്രേ, യെല്ലോ, ബ്ലൂ എന്താണെങ്കിലും ആവട്ടെ, ഇത് മാറോ? നത്തിങ് ചേഞ്ചസ്. ഓക്കെ. പിടികിട്ടിയോ? വൈ? ബിക്കോസ് എങ്ങനെയാണെങ്കിലും ഹൈഡ്രജൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ all of these are possible whatever be the color. Understood? So the answer is all 3. Okay. Then second one is with reference to fuel cells. Okay, fuel cells in which hydrogen rich fuel and oxygen are used to generate electricity. അപ്പോൾ ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? It's talking about hydrogen fuel cell. Okay, hydrogen ഉപയോഗിച്ചുള്ള ബാറ്ററി. Consider the following statements. Okay, if pure hydrogen is used as a fuel, the fuel cell emits heat and water as byproducts. നമ്മൾ ഫ്യൂവൽ സെല്ലിൽ ഹൈഡ്രജൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെ, ആ ഫ്യൂവൽ സെൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്യൂവൽ സെല്ലിൽ എന്തൊക്കെയായിരിക്കും ബാക്കി വരിക? ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ദർ ഇസ് ഗോയിങ് ടു ബി ഹീറ്റ് ബിക്കോസ് ഓഫ് ദി കൺവേർഷൻ ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, ഹീറ്റ് ഉണ്ടാവും. പിന്നെ ഈ ഹൈഡ്രജൻ ഈ ഓക്സിഡൈസ് ചെയ്യുന്നതുകൊണ്ട് ദർ ഇസ് ഓൾസോ ഗോയിങ് ടു ബി വാട്ടർ. അപ്പോൾ വാട്ടറും ഹീറ്റാണ് ഇവിടുത്തെ ബൈ പ്രോഡക്ട്സ്. ഓക്കെ, so this is right. Then fuel cells can be used for powering buildings and not for small devices like laptop and computers. എന്താണ് അതായത് പറയണത്? ബിൽഡിങ്സ് പോലെയുള്ള സാധനങ്ങൾക്ക് ഫ്യൂവൽ സെൽ ഉപയോഗിക്കാം, പക്ഷേ ചെറിയ ചെറിയ ഡിവൈസുകൾക്ക് നമുക്ക് ഫ്യൂവൽ സെല്ല് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടോ? വി കൻ യൂസ് ഇറ്റ് ഫോർ എനിത്തിങ് അല്ലേ? ഇലക്ട്രിസിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, isn't it? At the end of the day we are producing energy. We can use it to light the buildings or we can use it for any device also. So this is wrong. Okay, ഇവിടെ നോട്ട് എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. Okay, so this is wrong. Then fuel cells produce electricity in the form of alternating current. ശരിയാണോ? അല്ല. ഇവിടെ ഫ്യൂവൽ സെൽ ആയിക്കോട്ടെ, എന്ത് സെല്ലോ ആയിക്കോട്ടെ, ഇഫ് ഇറ്റ്സ് എ ബാറ്ററി ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് ഡയറക്റ്റ് കറണ്ട്. ഓക്കെ, സോ ഹിയർ ദി ആൻസർ ഇസ് 1 only. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് അല്ലെങ്കിൽ എനർജി സോഴ്സായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് നമുക്ക് എന്ത് രീതി വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, അതാണ് ഫ്യൂവലായിട്ട് ഡയറക്റ്റ്ലി ഉപയോഗിക്കാം, നമുക്ക് ബ്ലെൻഡ് ചെയ്യാം, നമുക്ക് ഒരു ബാറ്ററി ആയിട്ട് ഉപയോഗിക്കാം, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അത് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്താ കിട്ടുന്നത്? എനർജിയാണ് കിട്ടുന്നത്. ആ എനർജി നമുക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. അത്രയും വളരെ ബേസിക് ആയിട്ട് ആലോചിച്ചാൽ മതി. ഓക്കെ, സോ ദാറ്റ് ഇസ് അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഇവിടുന്ന് ഒരു ടേക്ക് അവേ പറയാനുള്ളത്, കഴിഞ്ഞ വർഷം ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ചോദിച്ചപ്പോഴാണ് അല്ലെങ്കിൽ 2022 ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ വന്നപ്പോഴാണ് ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വന്നത്. ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞു PM കുസും കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അതിൻ്റെ അപ്പുറത്തെ ഇയറിലാണ് സോളാർ വാട്ടർ പമ്പിനെ കുറിച്ച് 2020 ഒരു ക്വസ്റ്റ്യൻ വന്നത്. അതായത് ഏതെങ്കിലും ഒരു സ്കീം വരികയാണെങ്കിൽ അതിൻ്റെ ടെക് സൈഡിൽ നിന്ന് ചോദ്യം അടുത്ത വർഷങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്.
ഓക്കെ. അപ്പോൾ ഏതെങ്കിലും ഗവൺമെൻറ് സ്കീം ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഓൾവേസ് ഫോക്കസ് ഓൺ വാട്ട് ഈസ് ദ ടെക് സൈഡ് ബിഹൈൻഡ് ഇറ്റ്. അതിൻ്റെ കോർ ടെക് സൈഡ് എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇതൊരു റെഗുലർ ട്രെൻഡാണ്. നമ്മൾ പലരും എന്ത് ചെയ്യും, സ്കീമൊക്കെ ഭയങ്കരമായിട്ട് പഠിച്ചു വയ്ക്കും, പക്ഷെ അതിൻ്റെ ബേസിക് ടെക്നോളജി ചിലപ്പോൾ മറന്നു അല്ലെങ്കിൽ അതിന് ഫോക്കസ് ചെയ്യുന്നില്ല. അത് ഫോക്കസ് ചെയ്താൽ യു ക്യാൻ ആക്ച്വലി ഹിറ്റ് സർട്ടൺ ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പോൾ പേപ്പറിലെല്ലാം ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ചില സ്കീമുകൾ ഉണ്ടെങ്കിൽ, അതിനെന്തെങ്കിലും സയൻസ് ആൻഡ് ടെക് ആസ്പെക്റ്റ് കോർ ടെക് ഐഡിയ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് ശ്രദ്ധിക്കുക. അവിടുന്ന് ചിലപ്പോൾ ചോദ്യം വരാം, ഹൈലി പോസിബിൾ. ഓക്കെ. ഇനിയും നിങ്ങൾക്ക് ഈ ട്രെൻഡ് കാണാൻ പറ്റും. നമ്മൾ വീണ്ടും ഇതുപോലെ പല സ്ഥലത്തും ചില സ്കീം ബേസ്ഡ് ആയിട്ടുള്ള ടെക് സൈഡ് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ. ഇതൊന്നും റാൻഡമായിട്ട് വരുന്നതല്ല, ഇതെല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതാണ് ബേസിക്കലി എനർജി നമ്മളിങ്ങനെ തീർത്തിരിക്കുകയാണ്. ഓക്കെ. സോ ഇനി നമുക്കൊരു സമയമില്ല, നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ പുതിയ മോഡ്യൂൾ തുടങ്ങും. എന്താണ് നെക്സ്റ്റ് മോഡ്യൂൾ? എന്താണ് മറന്നുപോയാ? ബയോടെക്നോളജി. ഓക്കെ. സോ ഫ്രം നെക്സ്റ്റ് ക്ലാസ് ഓൺവേഴ്സ് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ബയോടെക്. സയൻസ് ആൻഡ് ടെക് ആസ്പെക്റ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മോഡ്യൂളാണ് ബയോടെക്നോളജി. ഓക്കെ. ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ് ബയോടെക്. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയ ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അത് അത്യാവശ്യം വലുതുമാണ്, ഒരു 4 ക്ലാസ് ഉണ്ടാവും മിനിമം. ഓക്കെ. സോ നെക്സ്റ്റ് ക്ലാസ് മുതൽ ശ്രദ്ധിച്ചിരിക്കുക. ഒരുപാട് ഐഡിയാസ് നമ്മൾ പറയുന്നുണ്ടാവും, ഒരുപാട് ടെക്നോളജി നമ്മൾ പറയുന്നുണ്ടാവും. ഓക്കെ. ബട്ട് കാരണം ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഉറപ്പായിട്ടും 1 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതൊരു 3-4 ആയാൽ അത്രയും ഉണ്ട്. എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ബയോടെക്കിന് എല്ലാ വർഷവും ചോദിക്കുന്നുണ്ട്. പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ഭയങ്കര എടുത്തിക്കുന്ന റിപ്പീറ്റിംഗ് ആയിട്ടുള്ളൊരു തീമാണ്. ഓക്കെ. അതുകൂടാതെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ബയോടെക് പഠിപ്പിക്കുമ്പോൾ ആക്ച്വലി ഇപ്പോൾ നമ്മൾ ഈ ന്യൂക്ലിയറും അല്ലെങ്കിൽ എനർജിയും അതുപോലെ തന്നെ സ്പേസൊക്കെ പറയുമ്പോൾ ചില ഇമേജസൊക്കെ വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് അതൊരു ലാർജർ ആസ്പെക്റ്റിനെയാണ് പറയുന്നത്. പക്ഷേ ബയോടെക് ലാർജ്ലി ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ബോഡിയിലുള്ള സംഭവങ്ങളാണ്. സോ അവിടെ നമുക്ക് പിക്ചേഴ്സ് ഒന്നും അധികം ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് വെച്ച് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി ഞാൻ ചില മീംസ് ഉപയോഗിച്ചും ചില സിനിമ ഇൻസ്റ്റൻസസ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവുക. ഓക്കെ. സോ ആസ് ടു റിലേറ്റ്. കാരണം നമുക്ക് ഒരു ചെറിയ സാധനങ്ങൾ നമുക്ക് പിക്ചർ ആക്കി നമുക്ക് കാണിക്കാൻ പറ്റില്ല. സോ അതായിരിക്കും നമ്മുടെ ഒരു രീതി ബയോടെക് പഠിപ്പിക്കുമ്പോൾ. ഓക്കെ. ആൻഡ് വി വിൽ സോൾവിങ് മെനി ക്വസ്റ്റ്യൻസ് ഓൾസോ. ഓക്കെ. സോ അതായിരിക്കും ഇനി മുതൽ നെക്സ്റ്റ് ക്ലാസ് മുതൽ. ഓക്കെ. സോ അടുത്ത ക്ലാസ്സിന് എനിക്ക് അടുത്ത ആഴ്ചയാണ് അല്ലേ? അപ്പോൾ അടുത്ത ആഴ്ച കാണാം. ക്രിസ്മസ് കഴിഞ്ഞിട്ടല്ലേ കാണാം? യെസ്. നിങ്ങൾ വീട്ടിൽ പോകുന്നുണ്ടോ? എല്ലാവരും വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ആരും ഉണ്ടാവില്ല അടുത്ത ക്ലാസ്സുകളിൽ. ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ളൂ. ഗോവയിലൊന്നും പോകണില്ല ആരും? അറ്റ്ലീസ്റ്റ് ഒരു വർക്കല്ലെങ്കിലും. എന്താണ് കാര്യം? ശേ. ഓക്കെ. അപ്പോൾ എന്താണേലും ഹാപ്പി ക്രിസ്മസ്. ഓക്കെ. ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ആരെങ്കിലും വരുന്നതാണെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ കൂടി. ഓക്കെ. പക്ഷെ ഇങ്ങോട്ടൊക്കെ വരണം. തിരിച്ച് ഗോവയിലൊക്കെ പോയി അവസാനം 2 മാസം കഴിഞ്ഞിട്ട് വരരുത്. ഓക്കെ. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. ഓക്കെ. അടിച്ചു പൊളിക്കുക. വീട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് അടിച്ചു പൊളിക്കുക, റിഫ്രഷ് ആവുക. ഓക്കെ. അപ്പോൾ എന്നാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓൺലൈൻ സ്റ്റുഡൻസ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഓക്കെ. അപ്പോൾ താങ്ക് യു.